ഗുഡ് ഈവനിങ് ഡിയർ ആസ്പിരൻസ്. നമുക്ക് ഫസ്റ്റ് സെഷനിലേക്ക് പോകുന്നതിന് മുന്നേ ഇന്നലെ ഇന്നലെ നമ്മൾ ഡിസ്കസ് ചെയ്ത ന്യൂസിൽ ഒരു കറക്ഷൻ ഉണ്ട്. അതായത് ഷാൻഘായ് കോർപ്പറേഷൻ ഓർഗനൈസേഷൻ ഒരു 10 മെമ്പർ ബോഡിയാണ് എന്നുള്ളതാണ് 9 മെമ്പർ ബോഡിയാണെന്നുള്ളതാണ് നമ്മൾ ഇന്നലെ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. എന്നാൽ ഷാൻഘായ് കോർപ്പറേഷൻ ഓർഗനൈസേഷൻ 10 മെമ്പർ ബോഡിയാണ്. ബെലേറസ് എന്ന് പറയുന്ന ഒരു കൺട്രി 2024 ജൂലൈയിൽ ആഡ് ആയിട്ടുണ്ട്. ആ പെർട്ടിക്കുലർ ഇൻഫർമേഷൻ എനിക്ക് അറിയാൻ പാടുണ്ടായിരുന്നില്ല. അത് എൻ്റെ ഭാഗത്തുനിന്ന് വന്നൊരു മിസ്റ്റേക്ക് ആണ്, എൻ്റെ ഒരു റെഫറൻസിൽ വന്നൊരു മിസ്റ്റേക്ക് ആണ്. സോ അത് 9 മെമ്പർ ബോഡി അല്ല, മനസ്സിൽ ഉറപ്പിച്ച് വെക്കുക. അതൊരു 10 മെമ്പർ ബോഡിയാണ്. ബെലേറസ് കൂടിയിട്ട് 2024 നമ്മളുടെ ഈ ഒരു ഗ്രൂപ്പിങ്ങിലേക്ക് ആഡ് ചെയ്തിട്ടുണ്ട്. സോ ഞാൻ പെർട്ടിക്കുലർലി റെഫർ ചെയ്തു ടൈംസ് ഓഫ് ഇന്ത്യയുടെ ഒരു ന്യൂസ് ആർട്ടിക്കിൾ വന്നിട്ടുണ്ടായിരുന്നു. ദെൻ അത് കൂടാണ്ട് ഇന്ത്യൻ എക്സ്പ്രസിലും ഈ ന്യൂസ് ആർട്ടിക്കിൾ വന്നിട്ടുണ്ടായിരുന്നു. ദെൻ ഞാൻ ഷാൻഘായ് കോർപ്പറേഷൻ ഓർഗനൈസേഷന്റെ വെബ്സൈറ്റ് ആണ് നോർമലി ഇങ്ങനെയുള്ള ഓർഗനൈസേഷനുകളൊക്കെ വരുമ്പോൾ അതിന്റെ വെബ്സൈറ്റിലുള്ള ഇൻഫർമേഷൻസ് ആണ് നോർമലി എടുക്കുന്നത്. ഇപ്പോൾ പെർട്ടിക്കുലർലി ഞാൻ ഈ ബെലേറസ് കണ്ടില്ല. ദെൻ ഞാൻ ഇന്ന് എടുത്ത് അതിന്റെ ഒരു മിനിസ്റ്റീരിയൽ മീറ്റിംഗിന്റെ ഒരു ഫോട്ടോ എടുത്തപ്പോൾ ഇവിടെ നിൽക്കുന്നു നമ്മളുടെ ബെലേറസിന്റെ പ്രസിഡന്റ്. സോ ബെലേറസ് ഈ ഒരു ഗ്രൂപ്പിങ്ങിൽ ഉണ്ട് എന്ന് ഓർക്കുക. എനിക്കും അതൊരു പുതിയ അറിവാണ്. ഞാൻ പെർട്ടിക്കുലർലി ഈ ഒരു അറിവ് ഫോളോ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ബെലേറസ് എക്സ്പെക്ട് ചെയ്യുന്ന ഒരു കൺട്രിയുമല്ല നോർമലി നോക്കിക്കഴിഞ്ഞാൽ. ഇപ്പോൾ ബെലറസ് ഒബ്സർവർ സ്റ്റാറ്റസിൽ ഇരിക്കുന്ന കൺട്രിയാണ്. ദെൻ മംഗോളിയ ഒബ്സർവർ സ്റ്റാറ്റസിൽ ഇരിക്കുന്ന ഒരു കൺട്രിയാണ്. പക്ഷേ ബെലേറസ് എവിടെയാണ് കിടക്കുന്നത്? നമ്മൾ നോർത്ത് സ്ട്രീം പൈപ്പ് ലൈൻസ് ഒക്കെ പറഞ്ഞില്ലേ? അപ്പോൾ അവിടെ ലിത്വാനിയ, ലിത്വാനിയ എന്ന് പറഞ്ഞ 2 കൺട്രികൾ പഠിച്ചല്ലോ. ഇതിൽ ലിത്വാനിയയുടെ റൈറ്റ് സൈഡിൽ കിടക്കുന്ന കൺട്രിയാണ്, അതായത് റഷ്യയോട് ചേർന്ന് കിടക്കുന്ന ഒരു കൺട്രിയാണ് ഈ ബെലേറസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. സോ ഒരു ഷാൻഘായ് കോർപ്പറേഷൻ ഓർഗനൈസേഷനെ പോലെ ഒരു സെൻട്രൽ ഏഷ്യൻ റീജിയനിലേക്കുള്ള ഒരു കണക്ഷനിൽ ബെലേറസ് വരുമോ എന്നുള്ളതായിരുന്നു എനിക്ക് ഈ ഒരു ചോദ്യങ്ങൾ നിങ്ങൾ ചോദിച്ചു കഴിഞ്ഞപ്പോൾ എനിക്ക് ഉണ്ടായിരുന്ന ഒരു ഡൗട്ട്. ദെൻ ഞാൻ ക്ലാരിഫൈ ചെയ്തു, 2024 ബെലേറസ് ഇതിൽ ജോയിൻ ചെയ്തിട്ടുണ്ട്. സോ കറന്റ് 10 മെമ്പേഴ്സ് ഉണ്ട്. സോ തെറ്റിപ്പോകരുത്, പകുതി അറിവ് പഠിച്ചു വെക്കരുത്. 9 മെമ്പേഴ്സ് അല്ല, 10 മെമ്പേഴ്സ് ഉണ്ട്. ഇത് ഡിസ്കഷൻ പഠിച്ചില്ലെങ്കിലും കുഴപ്പമില്ല, പക്ഷെ തെറ്റായിട്ടുള്ള അറിവ് നമ്മൾ ഒരിക്കലും പഠിച്ചു വെക്കരുത്. സോ റിയലി സോറി, അതെന്റെ ഭാഗത്തുനിന്ന് വന്നിട്ടുള്ള ഒരു റെഫറൻസിൽ മിസ്റ്റേക്ക് ആണ്. സോ ഇനി അങ്ങനെയുള്ള മിസ്റ്റേക്കുകൾ കുറയ്ക്കാനായിട്ട് ശ്രമിക്കാം. ഓക്കെ. ഗുഡ് ഈവനിങ് ഡിയർ ആസ്പിരൻസ്. അനന്ത IAS അക്കാഡമിയുടെ ഡെയിലി ന്യൂസ് അനാലിസിസ് സെഷനിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുകയാണ്. നമുക്ക് സമയം കളയാതെ ഫസ്റ്റ് ആർട്ടിക്കിളിലേക്ക് പോകാം. ഫസ്റ്റ് ആർട്ടിക്കിൾ is related to universal health coverage, the rise and risk of health insurance in India. ഈ ഒരു ഡിസ്കഷൻ നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ ഒരു ഡിസ്കഷൻ നടത്തിയിട്ടുണ്ടായിരുന്നു റിലേറ്റഡ് ടു ഇൻഷുറൻസ് സെക്ടറുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ഡിസ്കഷൻ നമ്മൾ നടത്തിയിട്ടുണ്ടായിരുന്നു. സോ ആ ഒരു ഡിസ്കഷനുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരു ഡിസ്കഷൻ തന്നെയാണ്. അപ്പോൾ കഴിഞ്ഞ ദിവസത്തെ ഡിസ്കഷനിൽ നമ്മൾ എന്താണ് പറഞ്ഞത്? അതായത് ഇന്ത്യയുടെ ഹെൽത്ത് ഇൻഷുറൻസ് കവറേജ് ഗ്ലോബൽ ആവറേജ് വെച്ച് നോക്കുകയാണെങ്കിൽ വളരെ മിനിമൽ ആണ്. അറൌണ്ട് 3% ടു GDP മാത്രമേ നമ്മളുടെ ഇൻഷുറൻസ് പെനിട്രേഷൻ ഇന്ത്യയിലുള്ളൂ. ഓക്കെ. പക്ഷേ ഗ്ലോബൽ ആവറേജ് എടുക്കുകയാണെങ്കിൽ അറൌണ്ട് 6 to 7% ആണ് നമ്മളുടെ ഇൻഷുറൻസ് പെനിട്രേഷൻ ഡെവലപ്ഡ് കൺട്രീസ്, യൂറോപ്യൻ യൂണിയൻ എടുത്താലും അല്ലെങ്കിൽ US എടുത്തു കഴിഞ്ഞാലും ഇൻഷുറൻസ് പെനിട്രേഷൻ അവരുടെ GDPയുടെ 6% പെനിട്രേറ്റ് ആയിട്ടുണ്ട്. പക്ഷേ ഇന്ത്യയിൽ അങ്ങനെയല്ല നടക്കുന്നത്. അത് നമ്മളുടെ ഹെൽത്ത് കെയർ സെക്ടറിനെ കാര്യമായിട്ട് ബാധിക്കുന്നുണ്ട്. ഓക്കെ. സോ അതിന്റെ ഒരു എക്സ്റ്റൻഷൻ ആണ്, അല്ലെങ്കിൽ അതിന്റെ ഒരു പിന്നാലെയാണ് ഈ ഒരു ഡിസ്കഷൻ കൂടി വന്നിരിക്കുന്നത്. എന്താണ് യൂണിവേഴ്സൽ ഹെൽത്ത് കവറേജ്? യൂണിവേഴ്സൽ ഹെൽത്ത് കവറേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവർക്കും ഹെൽത്തിന് ആക്സസ് കൊടുക്കുക, അല്ലെങ്കിൽ എല്ലാവർക്കും ക്വാളിറ്റി ഹെൽത്ത് കെയർ കൊടുക്കുക എന്നുള്ളതാണ്. ഇറസ്പെക്റ്റീവ് ഓഫ് മണി, കാസ്റ്റ്, അങ്ങനെ സാമ്പത്തികമോ വേറെ എന്തെങ്കിലും കാര്യം കൊണ്ട് ലിമിറ്റ് ചെയ്യുന്നതിന് പകരം എല്ലാവർക്കും ഈക്വൽ ട്രീറ്റ്മെന്റ് കൊടുക്കുക. ഒരാൾക്ക് രോഗം വന്നു കഴിഞ്ഞാൽ ഹൈ എൻഡ് ഹോസ്പിറ്റലുകളില്ല, എല്ലാവർക്കും ഈക്വൽ ട്രീറ്റ്മെന്റ് ആയിരിക്കും ഒരു സ്ഥലത്ത് കൊടുക്കുന്നത്. ഓക്കെ. സോ ഇന്ത്യയിൽ നമ്മൾ കഴിഞ്ഞ ഡിസ്കഷനിൽ പറഞ്ഞ ഒരു സ്ട്രക്ചർ ഉണ്ട്. ഈ സ്ട്രക്ചർ നിർമ്മിച്ച ഒരാളാണ്. നമ്മൾ കഴിഞ്ഞ ഡിസ്കഷനിൽ ഒരു സ്ട്രക്ചർ ഉണ്ട് എന്ന് പറഞ്ഞു. അതിന്റെ എഫിഷ്യൻസിയാണ് ഇനി നമുക്ക് പരിഹരിക്കാനായിട്ടുള്ള കാര്യം. അതിന്റെ സ്ട്രക്ചർ ബിൽഡ് ചെയ്ത ആളാണ് ഈ ബോർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. സോ ബോർ കമ്മിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെർട്ടിക്കുലർലി പ്രീ ഇൻഡിപെൻഡന്റ് പീരീഡിൽ 1943 ജോസഫ് വില്യം ബോർ എന്ന് പറയുന്ന ആളാണ് ഹെൽത്ത് സിസ്റ്റത്തെ കുറിച്ച് പഠിക്കാനായിട്ട് ആദ്യമായിട്ട് ഇന്ത്യയിൽ, ആദ്യമായി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 1943
ഇന്ത്യയിൽ ഒരു കമ്മിറ്റി രൂപീകരിക്കുന്നത്. അദ്ദേഹമാണ് ഈ 3 ടയർ സിസ്റ്റം പ്രൈമറി ഹെൽത്ത് സെന്റേഴ്സ്, ഒരു 10,000 മുതൽ 20,000 ആളുകളുള്ള സ്ഥലത്ത് ഒരു പ്രൈമറി ഹെൽത്ത് സെന്റർ വേണം. ദെൻ സെക്കൻഡറി സ്റ്റേജിൽ ഒരു ഹെൽത്ത് കെയർ സിസ്റ്റം വേണം. ദെൻ ടേഴ്ഷ്യറി സ്റ്റേജിൽ ഒരു ഹെൽത്ത് കെയർ സിസ്റ്റം വേണം. അങ്ങനെ ഡിഫറെന്റ് ഹെൽത്ത് കെയർ സിസ്റ്റംസ് വേണം എന്ന് ഒരു റെക്കമെൻഡേഷൻ കൊടുത്തത് ഈ ബോർ കമ്മിറ്റിയാണ്. ജോസഫ് വില്യം ബോർ ആണ് ഈ ഒരു റെക്കമെൻഡേഷൻ കൊടുത്തത്. ദെൻ ആ ഒരു ബോർ കമ്മിറ്റിയുടെ റെക്കമെൻഡേഷൻ കഴിഞ്ഞിട്ട് ഇപ്പോ 80 വർഷമായിരിക്കുകയാണ്, ഏകദേശം 8 ഡെക്കേഡ്സ് ആയിരിക്കുകയാണ്. എന്നിട്ടും നമ്മൾ എന്ത് ചെയ്തിട്ടില്ല, ഒരു യൂണിവേഴ്സൽ ഹെൽത്ത് കെയർ സിസ്റ്റത്തിലേക്ക്, അതായത് എല്ലാവർക്കും ഈക്വൽ ആയിട്ടുള്ള ഒരു ഹെൽത്ത് കെയർ സിസ്റ്റത്തിലേക്ക് പോയിട്ടില്ല. സോ ഇവിടെ ഇങ്ങനെ ഒരു യൂണിവേഴ്സൽ ഹെൽത്ത് കെയർ സിസ്റ്റം ഉറപ്പാക്കാനായിട്ട് ഇന്ത്യയിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയ ടൂള് ഇൻഷുറൻസ് സ്കീമുകളാണ്. ഓക്കെ, അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ് പ്രൈം മിനിസ്റ്റേഴ്സ് ജൻ ആരോഗ്യ യോജന. ഏതാണ് പ്രൈം മിനിസ്റ്റർ ജൻ ആരോഗ്യ യോജന? സോ ഇത് പെർട്ടിക്കുലർലി ഒരു ഇൻഷുറൻസ് സ്കീമാണ്, സെൻട്രലി റൺ ചെയ്യുന്ന ഒരു ഇൻഷുറൻസ് സ്കീമാണ്. ദെൻ സ്റ്റേറ്റുകൾ റൺ ചെയ്യുന്ന പെർട്ടിക്കുലർ ഇൻഷുറൻസ് സ്കീമുകളുണ്ട്, വയോജനങ്ങൾക്ക് വേണ്ടിയിട്ട് അല്ലെങ്കിൽ കുട്ടികൾക്ക് വേണ്ടിയിട്ട്. ഈവൻ ഓരോ MLA-മാരും അവരുടെ MLA ഫണ്ടിൽ നിന്നും അല്ലെങ്കിൽ MP-മാർ അവരുടെ MP ഫണ്ടിൽ നിന്നും അവിടുത്തെ സ്കൂളുകളിലെ കുട്ടികൾക്ക് വേണ്ടിയിട്ട് ഒരു ഇൻഷുറൻസ് സ്കീമുകൾ റൺ ചെയ്യുന്നുണ്ട്. അങ്ങനെ പല എക്സാമ്പിളുകളും നമുക്ക് ഇന്ത്യയിൽ കാണാനായിട്ട് പറ്റും. പക്ഷേ ഇതിന്റെ എല്ലാം പ്രൊജക്ട് ഔട്ട്ലേ, വിച്ച് മീൻസ് എക്സ്പെൻസസ്, താരതമ്യേന വളരെ കുറവാണ്. എക്സാമ്പിൾ നോക്കിക്കഴിഞ്ഞാൽ പ്രധാനമന്ത്രി ജൻ ആരോഗ്യ യോജന സ്കീമിൽ അറൌണ്ട് 12,000 rupees ആണ് നമ്മളുടെ പ്ലാൻ ഔട്ട്ലേ ആയിട്ട് അല്ലെങ്കിൽ പ്രൊജക്ട് ഔട്ട്ലേ ആയിട്ട് വരുന്നത്. ദെൻ സ്റ്റേറ്റ് ഹെൽത്ത് ഇൻഷുറൻസ് സ്കീം അല്ലെങ്കിൽ സ്റ്റേറ്റ് ഹെൽത്ത് ഇൻഷുറൻസ് പ്രോഗ്രാംസ് കൂട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അറൌണ്ട് ഒരു 16,000 കോടി രൂപയാണ് നമുക്ക് അതിന് ചെലവാകുന്നത്. സോ ഏകദേശം ഒരു 28,000 കോടി മാത്രമേ ഗവൺമെന്റ് ഇൻഷുറൻസ് സെക്ടറിൽ ഇന്ത്യയിൽ സ്പെൻഡ് ചെയ്യുന്നുള്ളൂ. സോ ആ കണക്കിൽ ചെറിയൊരു വേരിയേഷൻ ഉണ്ട്. ഇപ്പോൾ LIC ഇൻഷുറൻസ് സെൽ ചെയ്യുന്നുണ്ട്. സോ അങ്ങനെയുള്ള പ്രൈവറ്റ് പാർട്ടീസിനെ എല്ലാം ഇത് ഈ ഒരു കണക്കിൽ നിന്ന് എക്സ്ക്ലൂഡ് ചെയ്തിട്ടാണ് ആ ഒരു കണക്ക് പറഞ്ഞിരിക്കുന്നത്. എങ്കിലും ഗവൺമെന്റ് നേരിട്ട് ഫണ്ട് സ്പെൻഡ് ചെയ്യുന്നത് അറൌണ്ട് 28,000 rupees മാത്രമേ ഇന്ത്യയിലുള്ളൂ. ദെൻ വാട്ട് ആർ ദ ഇഷ്യൂസ് നോക്കുകയാണെങ്കിൽ പ്രോഫിറ്റ് ഡ്രിവൺ പ്രൊവിഷൻ, അതായത് നമ്മളുടെ ഇൻഷുറൻസ് എടുത്ത ഒരാൾ നേരിട്ട് എവിടേക്കാണ് പോകുന്നത്? നേരിട്ട് പോകുന്നത് പ്രൈവറ്റ് ഹോസ്പിറ്റൽസിലേക്കാണ്, അല്ലാണ്ട് ഗവൺമെന്റ് ഹോസ്പിറ്റലിലേക്ക് പോകേണ്ട കാര്യമുണ്ടോ? ഗവൺമെന്റ് ഹോസ്പിറ്റൽ ഓൾറെഡി ഫ്രീ അല്ലേ? അതൊരു തെറ്റിദ്ധാരണയാണ്. അതായത് ഗവൺമെന്റ് ഹോസ്പിറ്റലുകളിലും സൂചിക്കും സിറഞ്ചിനും ദെൻ മരുന്നുകൾക്കും ഗവൺമെന്റ് പൈസ സ്പെൻഡ് ചെയ്യണം അല്ലേ? നമുക്ക് ആ പൈസയുടെ ബർഡൻ ആകുന്നില്ല, പക്ഷേ ഗവൺമെന്റ് പൈസ സ്പെൻഡ് ചെയ്യണം. സോ ഗവൺമെന്റ് ഹോസ്പിറ്റലുകളിൽ ഒരു സർജറിക്ക് ഇൻഷുറൻസ് ഉണ്ടെങ്കിൽ ഗവൺമെന്റിന്റെ ബർഡൻ കുറച്ചുകൂടെ. പക്ഷേ ആ ഒരു ഫോക്കസിന് പകരം, സോ ഗവൺമെന്റ് ഹോസ്പിറ്റലുകൾ ഫുള്ളി ഫ്രീ ആണ് എന്നുള്ളൊരു കാരണം കൊണ്ട് മോസ്റ്റ് ഓഫ് ദ ഇൻഷുറൻസ് കമ്പനീസും അല്ലെങ്കിൽ ഇൻഷുറൻസ് ആളുകളും പ്രൈവറ്റ് ഹോസ്പിറ്റലുകളിലേക്കാണ് പോകുന്നത്. ഓക്കെ, മോസ്റ്റ് ഓഫ് ദ ആളുകളും പ്രൈവറ്റ് ഹോസ്പിറ്റലിലേക്കാണ് പോകുന്നത്. പ്രൈവറ്റ് പ്രോഫിറ്റ് ഓറിയന്റഡ് ആയിട്ടുള്ള ഹോസ്പിറ്റലുകളിലേക്ക് പോവുകയും അവിടെ ഇൻഷുറൻസ് ക്ലെയിം ചെയ്യുകയും ചെയ്യും. ഓക്കെ, സോ അപ്പൊ പ്രൈവറ്റ് ആളുകൾ കൂടുതൽ പ്രോഫിറ്റ് കിട്ടാനായിട്ട് ഇത് ഹെൽപ്ഫുൾ ആകും. ദെൻ നെഗ്ലക്ട് പ്രൈമറി കെയർ നമ്മൾ കഴിഞ്ഞ ദിവസം ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. എന്താണ് നെഗ്ലക്ട് പ്രൈമറി കെയർ? അതായത് ഔട്ട് പേഷ്യന്റ് വിഭാഗത്തിൽ വിടുന്നവർ അല്ലെങ്കിൽ നോൺ കമ്മ്യൂണിക്കബിൾ ഡിസീസസ് ആയിട്ട് ഡയബറ്റിക്സ് അങ്ങനെ വരുന്നവർ, കിടത്തി ചികിത്സ ഇല്ലാത്തവർക്ക് ഇൻഷുറൻസ് ക്ലെയിം കിട്ടുന്നത് തുച്ഛമാണ്. ഹൈ എൻഡ് പ്രീമിയം ഇൻഷുറൻസുകളും മാത്രമാണ് ഔട്ട് പേഷ്യന്റ് വിഭാഗത്തിലുള്ളവർക്കും കൂടിയിട്ട് ക്ലെയിമുകൾ കിട്ടുന്നത്. സോ ഈ ഔട്ട് പേഷ്യന്റും കമ്മ്യൂണിക്കബിൾ നോൺ കമ്മ്യൂണിക്കബിൾ ഡിസീസസും ദെൻ പ്രായം ഉയർന്നു വരികയാണ്, ഒരു ജെറിയാട്രിക് കെയർ എന്ന് പറയും. സോ അങ്ങനെയുള്ള ആളുകൾക്ക് എല്ലാ ദിവസവും ഹോസ്പിറ്റലിൽ വന്ന് കിടക്കേണ്ട ആവശ്യമില്ല. ചിലപ്പോൾ ഡയബറ്റിക്സ് ആയിരിക്കും, അതിന് അവർക്ക് കൂടുതൽ പൈസ സ്പെൻഡ് ആവുന്നു. മനസ്സിലായി? സോ ആ ഒരു കാര്യത്തെ നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല. ദെൻ ലോ യൂട്ടിലൈസേഷൻ. എന്താണ് ലോ യൂട്ടിലൈസേഷൻ എന്ന് പറഞ്ഞാൽ? ലോ യൂട്ടിലൈസേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആളുകൾ ഈ ഇൻഷുറൻസ് ഉപയോഗിക്കാതിരിക്കുക, അവർക്ക് ഇല്ലിറ്ററേറ്റ് ആയിരിക്കാം, അല്ലെങ്കിൽ ഇവർ എടുത്തു വെച്ചിട്ടുണ്ട്, പക്ഷേ ഇത് എങ്ങനെ ക്ലെയിം ചെയ്യണം, എങ്ങനെ ഉപയോഗിക്കണം എന്നുള്ളതിനെ കുറിച്ചിട്ട് അവർക്ക് അറിവില്ലായ്മ. സോ ഒരു കസ്റ്റമർ അവയർനെസ് ഇല്ലായ്മയുണ്ട്. ഇന്ത്യയിൽ നോക്കിക്കഴിഞ്ഞാൽ ഇന്ത്യയിൽ ഹെൽത്ത് ഇൻഷുറൻസ് മേഖലയിലൊക്കെ ഏറ്റവും കൂടുതൽ ഈ അർബൻ ഏരിയാസിലാണ് ഏറ്റവും കൂടുതൽ ഇൻഷുറൻസ് പോകുന്നത്. റൂറൽ ഏരിയാസിൽ ഇൻഷുറൻസ് ഒക്കെ ചെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ ഇൻഷുറൻസേ ഉണ്ടാവില്ല അവർക്ക്. അത് ഒരു അവയർനെസിന്റെ കുറവാണ് അല്ലെങ്കിൽ ലിറ്ററസിയുടെ കുറവാണ്. സോ ആ ഒരു പ്രോബ്ലം കൂടിയുണ്ട്.
ദെൻ ഡിസ്ക്രിമിനേഷൻ ആൻഡ് എക്സ്ക്ലൂഷൻ, അതായത് ഇൻഷുറൻസ് ഇല്ലാത്ത രോഗികളെയാണ് പ്രൈവറ്റ് ഹോസ്പിറ്റലുകൾ കുറച്ചും കൂടിയിട്ട് പ്രൊമോട്ട് ചെയ്യുന്നത്. കാരണം എന്താണ്, അവർക്ക് ഡയറക്ട്ലി പൈസകൾ കിട്ടും. ഇപ്പോൾ പ്രധാനമന്ത്രി ജൻ ആരോഗ്യ യോജനയുമായി ബന്ധപ്പെട്ടിട്ട് ഒരുപാട് ബില്ലുകൾ പെൻഡിങ് ആയിട്ട് കിടപ്പുണ്ട്. അറൌണ്ട് 12,000 കോടി, അതായത് ഒരു വർഷത്തെ പ്ലാൻ ഔട്ട്ലേയുടെ അല്ലെങ്കിൽ പ്രൊജക്ട് ഔട്ട്ലേയുടെ നേക്കാളും കൂടുതൽ ബില്ലുകൾ കറന്റ് പെൻഡിങ് ആയി കിടപ്പുന്നുണ്ട്. സോ അതുകൊണ്ട് ഇതൊന്നും കിട്ടില്ല എന്ന് പ്രൈവറ്റ് കമ്പനീസിന് തോന്നിക്കഴിഞ്ഞാൽ അവരെന്താ ചെയ്യുക, അവര് ഇൻഷുറൻസ് ഇല്ലാത്തവർക്ക് കൂടുതൽ പ്രിഫറൻസുകൾ കൊടുക്കും. ഓക്കെ, പക്ഷേ പ്രൈവറ്റ് ഇൻഷുറൻസിന്റെ കാര്യത്തിലാണെങ്കിൽ അവർ ഇൻഷുറൻസ് ഉള്ളവർക്കായിരിക്കും കുറച്ചും കൂടി എന്ത് കൊടുക്കുക, പ്രിഫറൻസ് കൊടുക്കുക. കാരണം ആളുകളുടെ അടുത്ത് നിന്ന് പൈസ വാങ്ങിക്കുന്നതിനേക്കാളും നല്ലത് നമ്മളുടെ ഈ ഇൻഷുറൻസ് കമ്പനീസിന്റെ അടുത്ത് നിന്ന് പൈസ വാങ്ങിക്കുന്നതല്ലേ. സോ അതിലുള്ള ലെജിസ്ലേഷൻ പ്രോബ്ലം അല്ലെങ്കിൽ ലീഗാലിറ്റി പ്രോബ്ലം ഇങ്ങനെയൊക്കെ വന്നു കഴിയുമ്പോൾ എന്താ ചെയ്യുന്നത്, ഈ പ്രൈവറ്റ് ഹോസ്പിറ്റലുകൾ ഇൻഷുറൻസ് ഇല്ലാത്തവരെ പ്രിഫർ ചെയ്യാനായിട്ട് തുടങ്ങുന്നുണ്ട്. ദെൻ എന്താണ്, കറപ്ഷൻസ് റിലേറ്റഡ് ആയിട്ടുള്ള പ്രോബ്ലംസ്, അതായത് ഇത് വകമാറ്റി ഉപയോഗിക്കുക, അല്ലെങ്കിൽ ഇല്ലാത്ത കണക്കുകൾ പെരുപ്പിച്ച് കാണിക്കുക, അങ്ങനെയുള്ള ഫ്രോഡുലന്റ് ആക്ടിവിറ്റീസ് നടക്കുക, ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് എന്ത് പറയുന്നത്, നമ്മളുടെ മേജർ പ്രോബ്ലംസ് ആയിട്ട് ഇവിടെ പറയുന്നത്. ദെൻ ഇവിടെ സ്ട്രക്ചറൽ ബാരിയേഴ്സ് പറഞ്ഞു. യൂണിവേഴ്സൽ ഹെൽത്ത് കെയറിലുള്ള സ്ട്രക്ചറൽ ബാരിയേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യയിൽ GDP-യുടെ 1.3% മാത്രമാണ് നമ്മൾ ഹെൽത്ത് കെയർ സെക്ടറിന് വേണ്ടിയിട്ട് നമ്മൾ സ്പെൻഡ് ചെയ്യുന്ന എമൗണ്ട്. ഓക്കെ, ഇന്ത്യയുടെ GDP-യുടെ 1.3% മാത്രമാണ് നമ്മൾ ഹെൽത്ത് കെയർ സെക്ടറിന് വേണ്ടിയിട്ട് സ്പെൻഡ് ചെയ്യുന്ന എമൗണ്ട്. ഓക്കെ, അത് ഗ്ലോബൽ ആവറേജ് എടുക്കുകയാണെങ്കിൽ 6.1% ഓഫ് ദി GDP ആണ്. GDP-യുടെ 6.1% ഓഫ് ദി GDP ആണ്. സോ അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഇതിനെ ലിമിറ്റ് ചെയ്യാം. കാരണം 28,000 കോടി രൂപ മാത്രമാണ് നമ്മൾ ഇൻഷുറൻസ് സെക്ടറിന് സ്പെൻഡ് ചെയ്യുന്നുള്ളൂ എന്ന് വിചാരിക്കുമ്പോൾ തന്നെ നമ്മളുടെ ആ ഒരു സ്ട്രക്ചറൽ ഡിഫറൻസ് അല്ലെങ്കിൽ ഗ്യാപ്പ് നമുക്ക് കാണാനായിട്ട് സാധിക്കും. സോ ഇതെല്ലാം ചേഞ്ച് ചെയ്താൽ മാത്രമാണ് നമുക്കൊരു യൂണിവേഴ്സൽ ഹെൽത്ത് കെയർ എന്ന് പറയുന്ന ഒരു പോളിസിയിലേക്ക് നമ്മളുടെ കൺട്രിയെ ബിൽഡ് ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ. രണ്ടാമത്തെ ആർട്ടിക്കിളിലേക്ക് പോകണം. രണ്ടാമത്തെ ആർട്ടിക്കിൾ നോയിസ് പൊല്യൂഷൻ റിലേറ്റഡ് ആണ്. നോയിസ് പൊല്യൂഷൻ ഈസ് റൈസിംഗ് ബട്ട് ദ പോളിസി ഈസ് ഫോളിംഗ് സൈലന്റ്. എന്താണ് ഇന്ത്യയിലെ നോയിസ് പൊല്യൂഷനുമായി ബന്ധപ്പെട്ടിട്ടുള്ള ലീഗൽ റെഗുലേഷനുകൾ എന്നാണ് നമ്മൾ ആദ്യം നോക്കാനായിട്ട് പോകുന്നത്. ഓക്കെ, സോ ഈ ഒരു പെർട്ടിക്കുലർ ആർട്ടിക്കിൾ എക്കോളജി ആൻഡ് എൻവിറോൺമെന്റ് പാർട്ടിൽ കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ആർട്ടിക്കിളാണ്. കാരണം പൊല്യൂഷൻസിനെ കുറിച്ചിട്ട് ചോദിക്കാറുണ്ട്, എഫേർട്സ് ആൻഡ് ഇൻസ്റ്റിറ്റ്യൂഷനെ കുറിച്ചിട്ട് ചോദിക്കാറുണ്ട്. നമ്മളുടെ എന്തൊക്കെ നിയമങ്ങളാണ് എക്കോളജിയുമായി ബന്ധപ്പെട്ട് കറന്റ് ഇന്ത്യയിലുള്ളത് എന്തുമായി ബന്ധപ്പെട്ട് ചോദ്യങ്ങൾ വരാറുണ്ട്. അപ്പോൾ എൻ്റെ ഫസ്റ്റ് ചോദ്യം ഇതാണ്, നോയിസ് പൊല്യൂഷൻ ഇന്ത്യയിൽ ഏത് നിയമത്തിലാണ്? നോയിസ് പൊല്യൂഷന് വേണ്ടിയിട്ട് ഒരു പെർട്ടിക്കുലർ ആക്ട് നമുക്കുണ്ടോ, ഒരു നിയമം നമുക്കുണ്ടോ? ഞാനിവിടെ കൊടുത്തേക്കണമുണ്ട്, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാനായിട്ട് പറ്റും. ഇന്ത്യയിൽ എയർ പ്രിവെൻഷൻ ആൻഡ് കൺട്രോൾ ഓഫ് പൊല്യൂഷൻ ആക്ട് 1981 പ്രകാരമാണ്. എയർ ആക്ട് അല്ലെങ്കിൽ ഫേമസ്ലി കോൾഡ് ദ എയർ ആക്ട്. എയർ ആക്ട് 1981 പ്രകാരമാണ് നമ്മൾ നോയിസ് പൊല്യൂഷനെ ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. ഓക്കെ, സോ എങ്ങനെയാണ്, ഞാൻ ഹിസ്റ്ററിയിലേക്ക് പോകുന്നു. അതായത് നമ്മളുടെ 1972 സ്റ്റോക്ക്ഹോമിൽ വെച്ചിട്ടൊരു പരിപാടി നടന്നല്ലോ. അതിന്റെ പേരെന്താ? സ്റ്റോക്ക്ഹോം കൺവെൻഷൻ അല്ലെങ്കിൽ യുണൈറ്റഡ് നേഷൻസ് കൺവെൻഷൻ ഓൺ ഹ്യൂമൻ എൻവിറോൺമെന്റ്. ഇന്ത്യയിൽ നിന്ന് ആര് പോയി? ഇന്ത്യയിൽ നിന്ന് നമ്മളുടെ ഇന്ദിരാഗാന്ധി ആ കൺവെൻഷനിൽ പങ്കെടുത്തു. സോ അത് പ്രകാരം പല നിയമങ്ങളും ഇന്ത്യയിൽ വന്നു. എന്തിനു വേണ്ടിയിട്ട്? എൻവിറോൺമെന്റൽ പ്രൊട്ടക്ഷന് വേണ്ടിയിട്ട്. ആദ്യം വന്ന നിയമമാണ് നമ്മളുടെ വൈൽഡ് ലൈഫ് പ്രൊട്ടക്ഷൻ ആക്ട് 1972, വന്യജീവികളെ സംരക്ഷിക്കുന്നതിനുള്ള ഒരു ആക്ട്. ദെൻ വാട്ടർ ആക്ട് വരുന്നുണ്ട്. അതിനുശേഷം എയർ ആക്ട് വരുന്നു, അല്ലെങ്കിൽ എയർ പ്രിവെൻഷൻ ആൻഡ് കൺട്രോൾ ഓഫ് പൊല്യൂഷൻ, എയർ പൊല്യൂഷൻ തടയുന്നതിന് വേണ്ടിയിട്ടുള്ള ആക്ട് 1981 വരുന്നു, 1981 വരുന്നു. ദെൻ 1986 നമ്മളുടെ ഭോപ്പാൽ ഗ്യാസ് ട്രാജഡിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള പാഠങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് നമ്മൾ 1986 ഏത് ആക്ട് കൊണ്ടുവരുന്നു? എൻവിറോൺമെന്റൽ പ്രൊട്ടക്ഷൻ ആക്ട് 1986 നമ്മൾ കൊണ്ടുവരികയാണ്. ഓക്കെ, സോ ചിലപ്പോൾ നിങ്ങൾക്ക് ചോദ്യമായിട്ട് വരാം, നോയിസ് പൊല്യൂഷൻ ഈസ് ഡിഫൈൻഡ് അല്ലെങ്കിൽ നോയിസ് പൊല്യൂഷൻ ഈസ് ഇൻക്ലൂഡഡ് ഇൻ അണ്ടർ വിച്ച് ആക്ട്? അതിൽ ചിലപ്പോൾ എൻവിറോൺമെന്റൽ പ്രൊട്ടക്ഷൻ ആക്ട് ഒരു ചോദ്യമായിട്ട് വരാം. അപ്പൊ നമുക്ക് പെട്ടെന്ന് കണക്കാക്കാൻ പറ്റുന്നത് ചിലപ്പോൾ, അല്ലെങ്കിൽ നമ്മുടെ കണക്ഷൻ പോകുന്നത് ചിലപ്പോൾ
എൻവിറോൺമെന്റൽ പ്രൊട്ടക്ഷൻ ആക്ടിലേക്കായിരിക്കും. പക്ഷേ അത് തെറ്റാണ്. എയർ ആക്ട് വഴിയാണ് 1981 എയർ ആക്ട് പ്രകാരമാണ് എന്ത് ചെയ്യുന്നത്, നമ്മളുടെ എയർ പൊല്യൂഷനെ ഡിഫൈൻ ചെയ്തത്. ആക്ട് കൊണ്ടുവന്ന 1981 തന്നെ ഈ ഒരു ക്ലാസിഫിക്കേഷൻ അല്ലെങ്കിൽ നോയിസ് പൊല്യൂഷനെ അവിടെ ഡിഫൈൻ ചെയ്തിട്ടുണ്ടായിരുന്നോ? ഇല്ല. നോയിസ് പൊല്യൂഷനെ ഇൻക്ലൂഡ് ചെയ്യുന്നത് 1987 അമെൻഡ്മെന്റ് പ്രകാരമാണ്. ഓക്കെ, സോ 1987 അമെൻഡ്മെന്റ് പ്രകാരമാണ്. ദെൻ ഇപ്പോൾ നോയിസ് പൊല്യൂഷന് പെർട്ടിക്കുലർലി ഒരു ആക്ട് ഇല്ല എന്ന് നിങ്ങൾ മനസ്സിലാക്കിയല്ലോ. ദെൻ വേറെ എന്തൊക്കെ റെഗുലേഷനുകളാണ് നോയിസ് പൊല്യൂഷനുമായി ബന്ധപ്പെട്ടിട്ടുള്ളത്? വേറെ എന്തൊക്കെ റെഗുലേഷനുകളാണ് നോയിസ് പൊല്യൂഷനുമായി ബന്ധപ്പെട്ട് ഇന്ത്യയിലുള്ളത്? അതായത് 2000 നമ്മളുടെ 2000 ഒരു നോയിസ് പൊല്യൂഷൻ റെഗുലേഷൻ റൂൾസുകൾ ഗവൺമെന്റ് പാസ്സാക്കിയിട്ടുണ്ട് എന്നാണ്. 2000 ഒരു നോയിസ് പൊല്യൂഷൻ റെഗുലേഷൻ റൂളുകൾ ഗവൺമെന്റ് പാസ്സാക്കിയിട്ടുണ്ട്. ദെൻ അത് കൂടാണ്ട് 2011 സെൻട്രൽ പൊല്യൂഷൻ കൺട്രോൾ ബോർഡ് എന്തുകൂടി ലോഞ്ച് ചെയ്തിട്ടുണ്ട്? നാഷണൽ ആംബിയന്റ് നോയിസ് മോണിറ്ററിംഗ് സിസ്റ്റം. എങ്ങനെയാണ്? ജസ്റ്റ് എ സെക്കൻഡ്. നാഷണൽ ആംബിയന്റ് എയർ മോണിറ്ററിംഗ് സിസ്റ്റം നമ്മളുടെ കോൺഗ്രസ് ഭരണകാലത്താണ്, ജയറാം രമേശൊക്കെയാണ് ആ ഒരു എയർ പൊല്യൂഷൻ അല്ലെങ്കിൽ നോയിസ് പൊല്യൂഷൻ എത്രത്തോളം ഉണ്ട് എന്ന് കണ്ടുപിടിക്കുന്നതിന് ആംബിയന്റ് നോയിസ് പൊല്യൂഷൻ റെക്കഗ്നൈസേഷൻ സിസ്റ്റം ഇന്ത്യയിൽ കൊണ്ടുവന്നത്. ഓക്കെ, സോ പെർട്ടിക്കുലർലി 1987 മുതലാണ് നമ്മൾ നോയിസ് പൊല്യൂഷന് വേണ്ടിയിട്ട് നോയിസ് പൊല്യൂഷനുമായി ബന്ധപ്പെട്ട ഒരു അമെൻഡ്മെന്റ് എയർ ആക്ടിൽ വരുത്തുന്നത്. ദെൻ 2001 അല്ലെങ്കിൽ 2001 കാലഘട്ടങ്ങളിലാണ് നമ്മൾ നോയിസ് പൊല്യൂഷനുമായി ബന്ധപ്പെട്ട ഒരു റൂൾസ് നമ്മൾ പുറത്തിറക്കുന്നത്. റൂൾസ് മീൻസ് അതൊരു ആക്ട് അല്ല, ഒരു ഡെലിഗേറ്റഡ് ലെജിസ്ലേഷൻ ആണ്. ബ്യൂറോക്രാറ്റിക് ആളുകൾ അവർ എന്ത് ചെയ്യണം അല്ലെങ്കിൽ ഏത് റൂൾസ് ഫോളോ ചെയ്യണം എന്ന് അറിയാനായിട്ട് ഒരു ഡെലിഗേറ്റഡ് ലെജിസ്ലേഷൻ മാത്രമാണ് ഈ റൂൾസ്. ഓക്കെ, ദെൻ 2011 എത്രത്തോളം പൊല്യൂഷൻ, എത്രത്തോളം നോയിസുകൾ വരുന്നുണ്ട് എന്ന് കണക്കാക്കുന്നതിന് വേണ്ടിയിട്ട് ആംബിയന്റ് നോയിസ് മോണിറ്ററിംഗ് നെറ്റ്വർക്ക്, നാഷണൽ ആംബിയന്റ് നോയിസ് മോണിറ്ററിംഗ് നെറ്റ്വർക്ക്, നോയിസ് മോണിറ്റർ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഒരു നെറ്റ്വർക്ക്, ഇത് കട്ടായിട്ടില്ലല്ലോ. സോ നോയിസ് മോണിറ്ററിംഗ് നെറ്റ്വർക്ക് ക്രിയേറ്റ് ചെയ്യുന്നത്. ഓക്കെ, ഐ ഹോപ്പ് ഐ ആം ഓഡിബിൾ. ഓക്കെ, ദെൻ ഇതുമായി ബന്ധപ്പെട്ടിട്ട് ഇന്ത്യയിലെ പല കൺട്രീസിലും 2011 ആംബിയന്റ് നോയിസ് മോണിറ്ററിംഗ് നെറ്റ്വർക്ക് പ്രകാരം ഇന്ത്യയിലെ പല ഏരിയകളിലും എന്ത് സ്ഥാപിച്ചു? റഡാറുകൾ സ്ഥാപിച്ചു. നോയിസ് പൊല്യൂഷൻ എത്രത്തോളം ഉണ്ടെന്ന് കണ്ടുപിടിക്കാനായിട്ടുള്ള മെഷീനുകൾ സ്ഥാപിച്ചു. ആദ്യം 35ഓളം സിറ്റീസിലായിരുന്നു. ദെൻ ഒരു സെക്കൻഡ് ഫേസിൽ ബാക്കിയുള്ള സിറ്റീസിലേക്കും വ്യാപിപ്പിക്കണം എന്നായിരുന്നു ഇതിന്റെ ഉദ്ദേശം. പക്ഷേ ഈ ആംബിയന്റ് നോയിസ് മോണിറ്ററിംഗ് സിസ്റ്റം അല്ലെങ്കിൽ മോണിറ്ററിംഗ് റഡാറുകൾ സ്ഥാപിച്ചു കഴിഞ്ഞപ്പോൾ എന്താ സംഭവിച്ചത്? അത് കൃത്യമായിട്ടല്ല സ്ഥാപിച്ചിരിക്കുന്നത്. പലതിന് ഹൈറ്റ് കൂടുതലാണെങ്കിൽ കൃത്യമായിട്ട് അത് ക്യാച്ച് ചെയ്യാനായിട്ട് പറ്റുന്നില്ല. അങ്ങനെ പ്രോബ്ലംസ് കാരണം ഇന്ത്യയിൽ എത്രത്തോളം നോയിസ് പൊല്യൂഷൻ നടക്കുന്നുണ്ട് എന്നുള്ളതിന് കൃത്യമായിട്ടൊരു ഡാറ്റ ഇല്ല. ഓക്കെ, ഇന്ത്യയിൽ എത്രത്തോളം നോയിസ് പൊല്യൂഷൻ നടക്കുന്നുണ്ട് എന്നതിന് കൃത്യമായിട്ട് ഒരു ഡാറ്റ ഇല്ല. അതാണ് ആദ്യത്തെ നോയിസ് പൊല്യൂഷനുമായി ബന്ധപ്പെട്ട പ്രോബ്ലം. സോ ഡാറ്റ ഡെഫിഷ്യൻസി ആണ്, ഫ്ലൈയിങ് ബ്ലൈൻഡ് ആണ്. നമ്മൾ ബ്ലൈൻഡ് ആയിട്ടാണ് നോയിസ് പൊല്യൂഷന്റെ കാര്യം വരുമ്പോൾ എത്രത്തോളം നോയിസ് പൊല്യൂഷൻ ഇന്ത്യയിൽ നടക്കുന്നുണ്ട് എന്നുള്ളതിന് കൃത്യമായിട്ട് ഒരു ഡാറ്റ നമ്മളുടെ കയ്യിലില്ല. ഓക്കെ, സോ നാഷണൽ ആംബിയന്റ് നോയിസ് മോണിറ്ററിംഗ് നെറ്റ്വർക്ക് ആണ് നമ്മളുടെ റീസെന്റ് ആയിട്ടുള്ള ഒരു റെഗുലേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ദെൻ സൈലന്റ് ഏരിയാസിൽ നമ്മളുടെ വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ അടക്കമുള്ളവർ പറയുന്ന ഒരു ലിമിറ്റ് ഉണ്ട്. അതായത് പകൽ നേരങ്ങളിലാണെങ്കിൽ 50 ഡെസിബിളിൽ കൂടാനായിട്ട് പാടില്ല. ദെൻ രാത്രിയാണെങ്കിൽ 40 ഡെസിബിളിൽ കൂടാനായിട്ട് പാടില്ല. പക്ഷേ ഇന്ത്യയിൽ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അറൌണ്ട് 60 to 70 ആണ് നമ്മളുടെ ഡെസിബൽ ആവറേജ് വരുന്നത് ഹൈ എൻഡ് സിറ്റീസിൽ. അതായത് ഇപ്പോൾ ഡൽഹിയിലാണെങ്കിലും ബാംഗ്ലൂർ പോലെയുള്ള സിറ്റീസിലൊക്കെ എങ്ങനെയാണ് ഇത് വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ ലിമിറ്റ് ചെയ്തിരിക്കുന്ന ആംഗിളുമായിട്ട് അല്ലെങ്കിൽ ക്രൈറ്റീരിയയുമായിട്ട് ഒരു 10 ഡെസിബിൾ എങ്കിലും മിനിമം കൂടുതലാണ് നമ്മളുടെ നോർമൽ സിറ്റി ലൈഫിൽ വരുന്നത്.
അത് ഹ്യൂജ് അഫക്റ്റ് ചെയ്യുന്നുണ്ട്. മനുഷ്യനെ മാത്രമാണോ അഫക്റ്റ് ചെയ്യുന്നത്? അല്ല, മനുഷ്യന്റെ മെന്റൽ ഹെൽത്തിനെയും പേഴ്സണൽ ലൈഫിനെയും ഇത് ബാധിക്കും. ദെൻ രാത്രി എങ്ങനെയാണ് മേജർലി നോയിസ് പൊല്യൂഷൻ ഉണ്ടാകുന്നത്? നമ്മളുടെ ഈ ട്രാഫിക്കുകളിൽ നിന്നാണ് മേജർ പൊല്യൂഷൻസ് വരുന്നത്. ദെൻ ഹൈ എൻഡ് കൺസ്ട്രക്ഷൻ സൈറ്റുകളിൽ ഉണ്ടാകുന്ന ശബ്ദങ്ങൾ, ശബ്ദമലിനീകരണങ്ങൾ, ദെൻ ക്വാറികൾ, അങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെയാണ് ഏറ്റവും കൂടുതൽ ഈ നോയിസ് പൊല്യൂഷൻ കണ്ടുവരുന്നത്. പെർട്ടിക്കുലർലി നമ്മളുടെ ട്രാഫിക്കുകളിലാണ് ഹോൺ ഇങ്ങനെ അടിച്ചുകൊണ്ടിരിക്കുക, ചക്രങ്ങളുടെ ഒച്ച, ഇതെല്ലാം മനുഷ്യനെ എന്ത് ചെയ്യുന്നുണ്ട്? മെന്റൽ ഇൽനെസ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് സഹായിക്കുന്നുണ്ട്. ഓക്കെ, ദെൻ ഈ നോയിസ് പൊല്യൂഷന് മനുഷ്യന് മാത്രമാണോ പ്രശ്നം? അല്ല, മനുഷ്യന് മാത്രമല്ല. മനുഷ്യൻ അതിന്റെ ഒരു ഉപഭോക്താവ് മാത്രമാണ്. അവിടെയുള്ള ജീവജാലങ്ങൾ ഇവരെല്ലാം രാത്രി കിടന്നുറങ്ങേണ്ട സമയമല്ലേ? ഞാൻ നമ്മളുടെ ഒലിവ് റിഡ്ലി ടേർട്ടിൽസിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അവർക്ക് എങ്ങനെയാണ് ലൈറ്റ് പൊല്യൂഷൻ, അതായത് രാത്രിയും ലൈറ്റ് ഒക്കെ ഓൺ ചെയ്തിട്ടിട്ട് നമ്മുടെ ട്രാഫിക് ലൈറ്റുകളൊക്കെ ഓൺ ചെയ്തിടുമ്പോൾ അവരെ എങ്ങനെയാണ് ഇത് ബാധിക്കുന്നത്. അതുപോലെ തന്നെ ബേർഡ്സിനെയും വൈൽഡ് ലൈഫിനെയും എൻവിറോൺമെന്റിനെയും മൊത്തത്തെയും എന്ത് ബാധിക്കും? ഈ നോയിസ് പൊല്യൂഷൻ ബാധിക്കും. ഓക്കെ, സോ നോയിസ് പൊല്യൂഷൻ നമ്മൾ വിട്ടുകളയേണ്ട ഒരു സംഗതിയല്ല. ഇനി എന്താണ് നമുക്ക് ചെയ്യാനായിട്ടുള്ളത്? കൃത്യമായിട്ട് ലീഗൽ ഫ്രെയിം വർക്കുകൾ ഉണ്ടാക്കുക. അതായത് എന്താണ്, നമുക്കൊരു ലീഗൽ ഫ്രെയിം വർക്കും റൂളുകളും ഉണ്ട്, ഇൻഡിപെൻഡന്റ് ആയിട്ടില്ല എന്നുള്ളൂ. പക്ഷേ അത് എൻഫോഴ്സ് ചെയ്യാനായിട്ടുള്ള ഒരു മടി നമ്മളുടെ ഭാഗത്തുണ്ട്. കാരണം നോയിസ് പൊല്യൂഷനെ അത്ര ഇമ്പോർട്ടന്റ് ആയിട്ട് നമ്മൾ കണക്കാക്കിയിട്ടില്ല. ഓക്കെ, സോ നോയിസ് ഇൻഡ്യൂസ്ഡ് ആയിട്ട് നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനായിട്ടുണ്ട്. ദെൻ വേറൊരു കാര്യം കൂടി ഇവിടെ പറയുന്നത് എന്താണ്? സോണിക് എംപതി. എന്താണ് ഈ സോണിക് എംപതി എന്ന് പറഞ്ഞാൽ? സോണിക് അല്ലെങ്കിൽ അക്വസ്റ്റിക്സ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? സംതിങ് റിലേറ്റഡ് ടു സൗണ്ട്. ഓക്കെ, സോ സോണിക് എംപതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഒരു കൾച്ചറൽ ചേഞ്ച് ആണ്. എങ്ങനെയാണ്? നമ്മളുടെ ഒരു തിരക്കേറിയ റോഡുകളിൽ ട്രാഫിക് ജാം ഉണ്ടാകുമ്പോൾ നമ്മൾ ഹോൺ അടിക്കാതിരിക്കുക. മുന്നിലുള്ള വണ്ടി പോയതിനു ശേഷം മാത്രം നമുക്ക് വെറുതെ പോകാനായിട്ട് സാധിക്കും. നിങ്ങൾ കണ്ടിട്ടുണ്ടോ നമ്മളുടെ ഈ പാളയം ട്രാഫിക് സിഗ്നലിലൊക്കെ സിഗ്നൽ വീണ് കഴിഞ്ഞ് കഴിഞ്ഞാൽ അയാളുടെ കൈ, ചിലവരുടെയൊക്കെ കൈ ഹോണിലായിരിക്കും, ഇങ്ങനെ അടിച്ചുകൊണ്ടിരിക്കും. നമുക്ക് അത് കേൾക്കുമ്പോൾ തന്നെ നമുക്കൊരു അരോചകമാണ്. ഓക്കെ, സോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാണ്ട് നമ്മൾ കുറച്ചും കൂടി, അല്ലെങ്കിൽ സ്കൂളുകളുടെ ഏരിയാസിൽ, കോടതി വളപ്പിൽ, അല്ലെങ്കിൽ അങ്ങനെയുള്ള പെർട്ടിക്കുലർ ഏരിയാസിലൊന്നും ഹോൺ അടിക്കരുത് എന്നുള്ള ടീമുണ്ട്. നോൺ ഹോൺ ഏരിയാസ്. ഓക്കെ, കുട്ടികൾ കളിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും, അല്ലെങ്കിൽ അങ്ങനെയുള്ള പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയായിരിക്കും. സോ അവിടെയൊക്കെ നോൺ ഹോൺ ഏരിയാസ് എന്താണെന്ന് പോലും പല ആളുകൾക്കും കൃത്യമായിട്ട് അറിയില്ല. സോ ഇതെല്ലാം പഠിപ്പിക്കുക. ദെൻ അവരിൽ ഒരു അവയർനെസ് ക്രിയേറ്റ് ചെയ്തിട്ട് ഒരു സോണിക് എംപതി ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ് നമ്മളുടെ നെക്സ്റ്റ് ലക്ഷ്യം. സോ എൻഫോഴ്സ്മെന്റുകൾ കൃത്യമാക്കണം, ലീഗൽ സൈഡ് കൃത്യമാക്കണം. സോ സ്ട്രക്ചറൽ റിഫോർമേഷൻസ് നമ്മൾ ആദ്യം നടത്തണം. ദെൻ ബ്യൂറോക്രാറ്റിക് റിഫോർമേഷനുകൾ നമ്മൾ ആദ്യം നടത്തണം. ദെൻ നമ്മൾ കൾച്ചറൽ അല്ലെങ്കിൽ സോണിക് എംപതി പോലെയുള്ള കമ്മ്യൂണൽ ഓർ സോഷ്യൽ അഡ്വാൻസ്മെന്റുകൾ കൂടിയിട്ട് നമ്മളുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാവണം. ഓക്കെ, സോ ഇതാണ് ഈ ഒരു ഡിസ്കഷനിൽ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിരിക്കുന്നത്. ടു കാർബൺ ബോർഡർ അഡ്ജസ്റ്റ്മെന്റ് മെക്കാനിസം. പെർട്ടിക്കുലർലി കാർബൺ ബോർഡർ അഡ്ജസ്റ്റ്മെന്റ് മെക്കാനിസം അല്ല ഇവിടെ പറയുന്നത്. ഇന്ത്യ UK റിലേഷനിൽ, അതായത് യുണൈറ്റഡ് കിങ്ഡം 2027 ആകുമ്പോഴേക്കും യൂറോപ്യൻ യൂണിയൻ മോഡലുള്ള ഒരു കാർബൺ ബോർഡർ അഡ്ജസ്റ്റ്മെന്റ് മെക്കാനിസം എന്ന് പറയുന്ന ഒരു സിസ്റ്റം ഇംപ്ലിമെന്റ് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നുണ്ട്. ഓക്കെ, ആദ്യം എല്ലാ മേഖലകളിലേക്കും കടക്കില്ല. സ്റ്റീല്, അലൂമിനിയം, അങ്ങനെ കീ ഏരിയാസിൽ മാത്രമായിരിക്കും ഈ കാർബൺ ബോർഡർ അഡ്ജസ്റ്റ്മെന്റ് മെക്കാനിസം UK ഇംപ്ലിമെന്റ് ചെയ്യുക. ഓക്കെ, സോ ഇതുമായി ബന്ധപ്പെട്ട് നമുക്കൊരു നമുക്കിപ്പോൾ ഓൾറെഡി ഇതുമായി ബന്ധപ്പെട്ടല്ല, നമുക്ക് ഓൾറെഡി ഒരു ഫ്രീ ട്രേഡ് എഗ്രിമെന്റ് ഉണ്ട്. പക്ഷേ ഈ കാർബൺ ബോർഡർ അഡ്ജസ്റ്റ്മെന്റ് മെക്കാനിസം വന്നു കഴിഞ്ഞാൽ എന്താണ്? ഫ്രീ ട്രേഡ് എഗ്രിമെന്റുകൾ ഉണ്ടെങ്കിലും ചിലപ്പോൾ ടാരിഫുകൾ അടിക്കാനായിട്ടുള്ള സാധ്യതകളുണ്ട്. ഓക്കെ, സോ എന്താണ് കാർബൺ ബോർഡർ അഡ്ജസ്റ്റ്മെന്റ് മെക്കാനിസം എന്നുള്ളത് ആദ്യം നമുക്ക് നോക്കണം. ദെൻ കറന്റ്ലി ഇന്ത്യയുടെ സ്റ്റാൻഡ് എന്താണ് എന്നുള്ളത് നോക്കണം. സോ കാർബൺ ബോർഡർ അഡ്ജസ്റ്റ്മെന്റ് മെക്കാനിസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യൂറോപ്യൻ യൂണിയൻ ഇംപ്ലിമെന്റ് ചെയ്ത ഒരു പ്രൊജക്റ്റ് ആണ്. എന്താണ്? യൂറോപ്യൻ യൂണിയനിലേക്ക് കയറ്റി വരുന്ന എല്ലാ വസ്തുക്കളും കാർബൺ ഫ്രീ ആയിരിക്കണം, അല്ലെങ്കിൽ കാർബൺ റിഡക്ഷൻ ചെയ്തിരിക്കുന്ന പ്രൊഡക്ട്സ് ആയിരിക്കണം എന്ന ഒരു ഒബ്ജക്റ്റീവോട് കൂടിയിട്ടാണ് അവർ ഈ കാർബൺ ബോർഡർ അഡ്ജസ്റ്റ്മെന്റ് മെക്കാനിസം ചെയ്തിരിക്കുന്നത്. സോ അവരുടെ ഒരു ഗോളാണ് 2030 കൂടിയിട്ട് 55% കാർബൺ എമിഷൻസ് തടയുക, ഗ്രീൻ ഹൗസ് ഗ്യാസ് എമിഷൻസ് തടയുക എന്നുള്ളതാണ്. സോ
ഫിറ്റ് ഫോർ 55 എന്നുള്ളതാണ് ആ ഒരു പ്രോഗ്രാമിന്റെ പേര്. ഫിറ്റ് ഫോർ 55 ആരുടെ? യൂറോപ്യൻ യൂണിയന്റെ പ്രോഗ്രാം. സോ ഈ ഒരു പ്രോഗ്രാം ഇപ്പൊ നമുക്ക് നാഷണൽ ആണെങ്കിൽ, നമ്മളുടെ നാഷണലി നോക്കുകയാണെങ്കിൽ ലൈഫ് സ്റ്റൈൽ ഫോർ എൻവിറോൺമെന്റ് എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ മോദിജി പറയാറുണ്ട്. അതുപോലെ യൂറോപ്യൻ യൂണിയന്റെ ഒരു പ്രോഗ്രാമാണ് ഫിറ്റ് ഫോർ 55. 2030 കൂടിയിട്ട് 55% ഗ്രീൻ ഹൗസ് ഗ്യാസ് എമിഷൻസ് കുറയ്ക്കുക. ഓക്കെ, സോ ആ ഒരു പ്രോഗ്രാമുമായി ബന്ധപ്പെട്ടാണ് കാർബൺ ബോർഡർ അഡ്ജസ്റ്റ്മെന്റ് മെക്കാനിസം. എന്താണ് ഈ കാർബൺ ബോർഡർ അഡ്ജസ്റ്റ്മെന്റ് മെക്കാനിസം? അതായത് ഫോർ എക്സാമ്പിൾ നിങ്ങൾ ജർമ്മനി എടുക്കുക, അല്ലെങ്കിൽ ഫ്രാൻസ് എടുക്കുക, ജർമ്മനി എടുക്കുക. ജർമ്മനിയിൽ ഒരു കാറ് നിർമ്മിക്കുകയാണ്. ഓക്കെ, ജർമ്മനിയിൽ ഒരു കാറ് നിർമ്മിക്കുകയാണ്. സോ കാർ നിർമ്മിക്കാനായിട്ട് മെറ്റലുകൾ ഉണ്ട്, സ്റ്റീൽ ഉണ്ട്. സോ ഇതിനെല്ലാം ഹൈലി എന്ത് യൂസ് ചെയ്യുന്നുണ്ട്? നമ്മളുടെ ഫോസിൽ ഫ്യൂവലുകൾ യൂസ് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ ഗ്രീൻ ഹൗസ് ഗ്യാസുകൾ യൂസ് ചെയ്യുന്നുണ്ട് എന്ന് വിചാരിക്കുക. അതായത് ഒരു കാർ നിർമ്മിക്കുന്നതിന് വേണ്ടിയിട്ട് ഇന്ധനം ഒരുപാട് കത്തുന്നുണ്ട്. ഇലക്ട്രിസിറ്റി ആയിട്ടും, അല്ലെങ്കിൽ പെട്രോൾ ആയിട്ടും, ക്രൂഡ് ഓയിൽ ആയിട്ടും, കോൾ ആയിട്ടും എനർജി ഒരുപാട് കത്തിക്കൊണ്ടാണ് ഇത് യൂസ് ചെയ്യുന്നത്. സോ ഈ എനർജികൾക്കെല്ലാം അവിടെ ടാക്സ് ഉണ്ട്. കാരണം എന്താണ്? ഫോസിൽ ഫ്യൂവൽസ് ആണ് യൂസ് ചെയ്യുന്നത്. സോ ഗ്രീൻ ടാക്സുകൾ ഓരോരോ കൺട്രീസിലും ഉണ്ട്. ഇന്ത്യയിലുണ്ടോ? ഇന്ത്യയിലും ഉണ്ട്. സോ എന്താണ്? അവർക്ക് പ്രത്യേകമായിട്ട് എന്തുണ്ട്? പ്രൈസ് ക്യാപ്പുകൾ ഉണ്ട്, അല്ലെങ്കിൽ കാർബൺ ക്യാപ്പിങ്ങുകൾ ഉണ്ട്. ദെൻ കാർബൺ ട്രേഡിങ്, ഇതെല്ലാം നമ്മൾ പഠിച്ചിട്ടില്ലേ? കാർബൺ ട്രേഡിങ് ഇത്ര മാത്രമേ അവർക്ക് എമിറ്റ് ചെയ്യാനായിട്ട് പാടുള്ളൂ. അതിൽ കൂടുതൽ എമിറ്റ് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ, അതായത് ഒരു 100 ടൺ മാത്രമേ കാർബൺ എമിറ്റ് ചെയ്യാൻ പാടുള്ളൂ. അതിൽ കൂടുതൽ എമിറ്റ് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ കാർബൺ ട്രേഡിങ് പ്രകാരം എന്ത് വാങ്ങിക്കണം അവര്? കാർബൺ എക്സ്റ്റൻഷൻ, അല്ലെങ്കിൽ കൂടുതൽ എമിറ്റ് ചെയ്യാനായിട്ടുള്ള ഒരു പേപ്പർ അവർ വാങ്ങിക്കണം. സോ ഇതിനെയാണ് കാർബൺ ട്രേഡിംഗ് എന്ന് പറയുന്നത്. അങ്ങനെ എമിറ്റ് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ, അല്ലെങ്കിൽ കൂടുതൽ എമിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് ചെയ്യണം? നമ്മുടെ ക്ലീൻ ഡെവലപ്മെന്റ് മെക്കാനിസം പ്രകാരം വേറൊരു കൺട്രിയിൽ പോയിട്ട് അവർ സസ്റ്റൈനബിൾ പ്രൊജക്ടുകളിൽ ഇൻവെസ്റ്റ് ചെയ്യണം. സോ ഇങ്ങനെയുള്ള റെഗുലേഷനുകളെല്ലാം ഓരോ കൺട്രീസിലും ഉണ്ട്. ഇത് ഞാൻ പെർട്ടിക്കുലർലി പറഞ്ഞത് നമ്മളുടെ യുണൈറ്റഡ് നേഷൻസ് ഫ്രെയിംവർക്ക് കൺവെൻഷൻ ഓഫ് ക്ലൈമറ്റ് ചേഞ്ചിന്റെ ക്യോട്ടോ പ്രോട്ടോകോളിന്റെ പ്രിൻസിപ്പിളുകളാണ്. ഇങ്ങനെ പ്രിൻസിപ്പിളുകൾ ഓരോ കൺട്രീസിനും ഉണ്ട്. ഇന്ത്യക്കും ഉണ്ട്. ഇന്ത്യക്ക് ഇപ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസം വാർത്തയിൽ കണ്ടു, എന്താണ്? കാർബൺ ട്രേഡിംഗ് വരാനായിട്ട് പോവുകയാണ്. കാർബണുമായി ബന്ധപ്പെട്ടിട്ടുള്ള ക്യാപ്പുകൾ ഓരോ ഇൻഡസ്ട്രീസിനും നമ്മൾ സെറ്റ് ചെയ്യും. ദെൻ അതുമായി ബന്ധപ്പെട്ടിട്ട് കാർബൺ ട്രേഡിങ്ങുകൾ നടത്തും. ഒരു ചെറിയ ഫോമാറ്റിൽ കറന്റ്ലി നടക്കുന്നുണ്ട്, പക്ഷെ ഒരു എക്സ്റ്റൻസീവ് ഫോമാറ്റിലേക്ക് ഇനി വരാനായിട്ട് പോകുന്നുണ്ട്. സോ ജർമ്മനിയിലുള്ള ഒരു പ്രൊഡക്ഷൻ ചെയ്യുന്ന ഒരാൾ അവിടെ കാർബൺ ടാക്സ് കൊടുക്കുകയാണ്, അല്ലെങ്കിൽ എൻവിറോൺമെന്റൽ ഗ്രീൻ ടാക്സ് കൊടുത്തിട്ടാണ് അവർ അവിടെ കച്ചവടം ചെയ്യുന്നത്. പക്ഷേ ജർമ്മനിയിലേക്ക് കാർ ഇമ്പോർട്ട് ചെയ്യുന്ന ഇന്ത്യയിൽ നിന്നോ ഡെവലപ്ഡ് കൺട്രീസിൽ നിന്നോ, അല്ലെങ്കിൽ ഈ എൻവിറോൺമെന്റൽ ലോസ് ഇത്രയും സ്ട്രെങ്തൺ അല്ലാത്ത, അല്ലെങ്കിൽ കുറച്ച് റിജിഡ് അല്ലാത്ത കൺട്രീസിൽ നിന്ന് വരുമ്പോൾ അവർക്ക് ഈ കാർബൺ ടാക്സുകളൊന്നുമില്ല. ഫോർ എക്സാമ്പിൾ സൗത്ത് ആഫ്രിക്കയിൽ നിന്നോ, അല്ലെങ്കിൽ സൗത്ത് ആഫ്രിക്കയല്ല, ആഫ്രിക്കൻ കൺട്രീസിൽ നിന്നോ, ഇന്ത്യയിൽ നിന്നോ ഇത്രയും റിജിഡ് അല്ലാത്ത കാർബൺ ലോസ് അല്ലെങ്കിൽ എൻവിറോൺമെന്റൽ ലോസ് ഉള്ള കൺട്രീസിൽ നിന്ന് വരുമ്പോൾ അവർക്ക് ഇത്രയും ടാക്സ് കൊടുക്കണ്ട. സോ ജർമ്മനിയിൽ ഉൽപ്പാദിപ്പിച്ചു എന്ന് ഒരു പേര് കൊണ്ട് ഇവർക്ക് ഒരു $50 ഉൽപ്പാദിപ്പിക്കുന്ന ഒരു വസ്തു ചിലപ്പോൾ കാർബൺ ടാക്സ് അല്ലെങ്കിൽ എൻവിറോൺമെന്റൽ ടാക്സ് ഒക്കെ കൂടി വരുമ്പോൾ ഒരു $100 ആയിരിക്കും, അല്ലെങ്കിൽ ഒരു $80 ആയിരിക്കും. പക്ഷേ ഇതേ പ്രൊഡക്റ്റ് തന്നെ ഈ എൻവിറോൺമെന്റൽ ലോസ് ഒന്നും പ്രൊഡ്യൂസ് ചെയ്യാത്തൊരു കൺട്രിയിൽ നിന്ന് വരുമ്പോൾ, ഫോർ എക്സാമ്പിൾ ഇന്ത്യയിൽ നിന്ന് ജർമ്മനിയിലേക്ക് സെയിം പ്രൊഡക്റ്റ് വരുന്നു, അവർക്ക് ഈ കാർബൺ ടാക്സ് ഇല്ല. അതൊരു പ്രോബ്ലം അല്ലേ? സോ ആ ഒരു പ്രോബ്ലത്തെ അഡ്രസ്സ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് കാർബൺ ബോർഡർ അഡ്ജസ്റ്റ്മെന്റ് മെക്കാനിസം നമ്മൾ ഇംപ്ലിമെന്റ് ചെയ്യുന്നത്. സോ ബോർഡറിൽ വെച്ച് തന്നെ, അതായത് യൂറോപ്യൻ യൂണിയന്റെ ബോർഡറുകളിൽ വെച്ച് തന്നെ കാർബൺ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യും. അതിനെയാണ് കാർബൺ ബോർഡർ അഡ്ജസ്റ്റ്മെന്റ് മെക്കാനിസം. യൂറോപ്യൻ യൂണിയന്റെ ബോർഡറുകളിലേക്ക് നിങ്ങളൊരു എക്സ്പോർട്ട് ആയിട്ടൊരു പ്രൊഡക്റ്റ് കയറ്റുന്നുണ്ടെങ്കിൽ അതിന് കാർബൺ പ്രൈസ് അഡ്ജസ്റ്റ് ചെയ്തതിന് ശേഷം മാത്രമേ എന്ത് ചെയ്യാനായിട്ട് പാടുള്ളൂ? ആ പ്രൊഡക്റ്റ് യൂറോപ്യൻ യൂണിയനിലെ ഏതെങ്കിലും ഒരു സ്ഥലത്ത് വിൽക്കുവാനായിട്ട് പാടുള്ളൂ. സോ എങ്ങനെയാണ് ആ പേര് വന്നത് എന്ന് മനസ്സിലായല്ലോ. ബോർഡറിലേക്ക് ഒരു പ്രൊഡക്റ്റ് വരുന്നു, ആ പ്രൊഡക്റ്റ് കാർബൺ പ്രൈസ് അഡ്ജസ്റ്റ് ചെയ്തിരിക്കണം. ദെൻ നെക്സ്റ്റ് ഒരു ചോദ്യം, എങ്ങനെയാണ് ഈ കാർബൺ പ്രൈസ് അവിടെ ഡിറ്റർമൈൻ ചെയ്യുക? ഈ ഒരു പ്രൈസ് ഉണ്ടാവുമല്ലോ, അതായത് ഇന്ത്യയിൽ നിന്ന് പോകുന്ന ജർമ്മനിയിലേക്ക് പോകുന്ന ഒരു പ്രൊഡക്റ്റിന് ഇത്ര രൂപ കാർബൺ പ്രൈസ് ആയിട്ട്, അല്ലെങ്കിൽ കാർബൺ അഡ്ജസ്റ്റ്മെന്റ് ആയിട്ട് നിങ്ങൾ ചെയ്യണം എന്ന് പറയുന്നത്, ആ പ്രൈസ്
ആരാണ് നിർണ്ണയിക്കുന്നത്? അതായത് അതത് കൺട്രീസിന്റെ, പെർട്ടിക്കുലർലി യൂറോപ്യൻ യൂണിയൻ എടുത്തു കഴിഞ്ഞാൽ യൂറോപ്യൻ യൂണിയന്റെ എമിഷൻ ട്രേഡിംഗ് സിസ്റ്റം ഓപ്ഷൻ പ്രൈസ് ആണ്. അതായത് അവിടത്തെ ട്രേഡിംഗ് നടക്കുമല്ലോ, ഇത്ര എന്താണ് ഇത്ര ക്യാപ്പിൽ കൂടുതലാണെങ്കിൽ നമ്മൾ ആ ഒരു റെസിപ്റ്റ് വാങ്ങണം, മറ്റുള്ള കൺട്രീസിൽ നിന്ന് മറ്റുള്ള സ്ഥലങ്ങളിൽ നിന്ന് വില കൊടുത്ത് ആ ഒരു സർട്ടിഫിക്കറ്റ് വാങ്ങണം, അധികം എമിറ്റ് ചെയ്യാനായിട്ടുള്ള സർട്ടിഫിക്കറ്റ്. അതിന് ഒരു ട്രേഡിംഗ് ഓപ്ഷൻ പ്രൈസ് ഉണ്ടാവുമല്ലോ, അവിടുത്തെ മാർക്കറ്റ് ഡിറ്റർമൈൻ ചെയ്യുന്ന, ഫോർ എക്സാമ്പിൾ സ്റ്റോക്ക് എക്സ്ചേഞ്ച് പോലെ അവിടുത്തെ മാർക്കറ്റ് ഡിറ്റർമൈൻ ചെയ്യുന്ന പ്രൈസ് ഉണ്ടാവുമല്ലോ, ആ പ്രൈസിലായിരിക്കും എന്ത് കാർബൺ ബോർഡർ അഡ്ജസ്റ്റ്മെന്റ് മെക്കാനിസത്തിന്റെ പ്രൈസ് വരുന്നത്. ഓക്കെ, സോ ഒരു ഇന്ത്യക്കാരനെ സംബന്ധിച്ച് നിങ്ങളൊന്ന് എടുത്തേ. അതായത് ഇന്ത്യയിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരാൾ, ഇന്ത്യയിൽ അദ്ദേഹം കോള് വാങ്ങിക്കുമ്പോൾ അതിന് പൈസ കൊടുക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞു ഇന്ത്യയിലും ഇതേപോലെ എൻവിറോൺമെന്റൽ ലോസ് ഉണ്ട്. സോ ഇങ്ങനെയുള്ള എൻവിറോൺമെന്റൽ ലോസും എൻവിറോൺമെന്റൽ ടാക്സുകളൊക്കെ കൊടുത്തതിന് ശേഷമാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? നമ്മൾ ഒരു പ്രൊഡക്റ്റ് നമ്മൾ യൂറോപ്യൻ യൂണിയന്റെ ഭാഗത്തേക്ക് കൊണ്ടുപോകുന്നത്. സോ അവിടെ എത്തുമ്പോൾ വീണ്ടും അവർ ടാക്സ് ചെയ്യുകയാണ്. സോ ഇന്ത്യക്കാരനെ സംബന്ധിച്ചിടത്തോളം, അല്ലെങ്കിൽ ഒരു ഡെവലപ്പിംഗ് കൺട്രീസിലെ ഒരു പ്രൊഡ്യൂസറെ സംബന്ധിച്ചിടത്തോളം ഡബിൾ ടാക്സേഷൻ ആണ് ഇവിടെ വരുന്നത്. ഇന്ത്യയിലും എൻവിറോൺമെന്റലിന് ടാക്സ് കൊടുക്കുന്നു, ദെൻ യു കെയിൽ അല്ലെങ്കിൽ യൂറോപ്യൻ യൂണിയനിൽ ചെല്ലുമ്പോഴും ഈ എൻവിറോൺമെന്റിന് വേണ്ടിയിട്ട് ടാക്സ് കൊടുക്കുന്നു. അത് ഹ്യൂജ് പ്രോബ്ലം ക്രിയേറ്റ് ചെയ്യുകയാണ്. എങ്ങനെ? ഒരു ട്രേഡ് കോമ്പറ്റീറ്റീവ്നെസ്സിന് ഒരു വിഘാതം വരുത്തുകയാണ് ഈ ഒരു കാർബൺ ബോർഡർ അഡ്ജസ്റ്റ്മെന്റ് മെക്കാനിസം വഴി ചെയ്യുന്നത്. സോ യൂറോപ്യൻ യൂണിയന്റെ ഭാഗത്ത് നിന്ന് ചിന്തിച്ചു കഴിഞ്ഞാലും അതിന് എന്തുണ്ട്? യൂറോപ്യൻ യൂണിയന്റെ ഭാഗത്ത് നിന്ന് ചിന്തിച്ചു കഴിഞ്ഞാലും അവർ പറയുന്നതിൽ ശരിയുണ്ട്. അവരുടെ ആളുകളെ കോമ്പറ്റീറ്റീവ് ആക്കുക, ദെൻ അവരുടെ എക്കോണമിയിൽ ഞങ്ങൾ ഇത്രയും വലിയ നിയമങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ട് മറ്റൊരു കൺട്രിയിൽ നിന്ന് ലെസ് കാർബൺ യൂസ് ചെയ്ത്, അല്ലെങ്കിൽ ഹൈ കാർബൺ യൂസ് ചെയ്യുന്ന, ലെസ് എൻവിറോൺമെന്റൽ പ്രൊട്ടക്ഷൻസ് ഫോളോ ചെയ്യുന്ന കൺട്രിയിൽ നിന്ന് ഒരു പ്രൊഡക്റ്റ് വരികയാണ്. സോ ആ പ്രൊഡക്റ്റിന് കാർബൺ ഫുട് പ്രിന്റ് ഉണ്ട്. ആ കാർബൺ ഫുട് പ്രിന്റ് കുറയ്ക്കണം നമുക്ക്. അതിന് വേണ്ടിയിട്ടാണ് അവർ ഇംപ്ലിമെന്റ് ചെയ്തത്. സോ ഇന്ത്യയെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ ഇന്ത്യയിൽ ഓൾറെഡി ലോസ് ഉണ്ട്, നിയമങ്ങളുണ്ട്. കോളിന് നമ്മൾ ടാക്സ് കൊടുക്കാറുണ്ട്, പൈസ കൊടുക്കാറുണ്ട്. നമുക്കും കാർബൺ ട്രേഡിങ്ങും കാർബൺ ക്യാപ്പിംഗ് ഒക്കെ ഉണ്ട്. ഇതെല്ലാം പാലിച്ചു വരുന്ന ഒരു പ്രൊഡക്റ്റ് വീണ്ടും അവിടെ ചെല്ലുമ്പോൾ വീണ്ടും പൈസ കൊടുക്കുന്നു. സോ കാർബൺ ബോർഡർ അഡ്ജസ്റ്റ്മെന്റ് മെക്കാനിസം എന്താണെന്ന് ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലായല്ലോ. ഇനി തെറ്റിക്കരുത്, ഇനി സംശയമൊന്നും ഉണ്ടാകരുത്. ദെൻ യു കെയിലും ഈ ഒരു പോളിസി ഇംപ്ലിമെന്റ് ചെയ്യുകയാണ്. ഓക്കെ, സോ യു കെയിലും ഈ ഒരു പോളിസി ഇംപ്ലിമെന്റ് ചെയ്യുന്നു. ഇനീഷ്യൽ സെക്ടറിൽ സ്റ്റീല്, അലൂമിനിയം, അങ്ങനെ കീ സെക്ടറുകളിൽ മാത്രമാണ് യു കെയിൽ ഇംപ്ലിമെന്റ് ചെയ്യുക. പക്ഷേ അതൊരു പ്രോബ്ലം ഉണ്ടാക്കും. എന്താണ്? യു കെയിൽ ഇംപ്ലിമെന്റ് ചെയ്ത് കഴിഞ്ഞാൽ ഫ്രീ ട്രേഡ് എന്ന് പറയുന്നത്, അതായത് 0% ട്രേഡിലാണല്ലോ ഫ്രീ ട്രേഡ് നമ്മൾ പോകുന്നത്. പല കാര്യങ്ങൾക്കും ഏകദേശം 90-95% ഗുഡ്സും ഫ്രീ ട്രേഡ് അഗ്രിമെന്റിലാണ് പോകുന്നത്. അതായത് വലിയ തിരിവുകളൊന്നുമില്ല. പക്ഷേ കാർബൺ ബോർഡർ അഡ്ജസ്റ്റ്മെന്റ് മെക്കാനിസം യു കെയിൽ വന്നു കഴിഞ്ഞാൽ അറൌണ്ട് 20-40% കോസ്റ്റ് ഇൻക്രീസ് ചെയ്യും. കാരണം കാർബണിന് ടാക്സ് കൊടുക്കണം. ഈ ടാക്സ് കൊടുക്കുമ്പോൾ മറ്റൊരു പ്രശ്നമുണ്ട്. എന്താണ് മറ്റൊരു പ്രശ്നം? അതായത് ഇന്ത്യയിലെ കാർബൺ പ്രൈസ്, ഞാൻ പറഞ്ഞു യൂറോപ്യൻ യൂണിയനിൽ എങ്ങനെയാണ് അവിടുത്തെ ട്രേഡിംഗ് ക്യാപ്പ്, അവിടുത്തെ കാർബൺ പ്രൈസ് ഓപ്ഷൻ ആണ് ഡിറ്റർമൈൻ ചെയ്യുന്നത് എത്ര പ്രൈസ് കൊടുക്കണം എന്നുള്ളത്. സോ ഇന്ത്യയിലെ കാർബൺ പ്രൈസ് നോക്കുകയാണെങ്കിൽ ആവറേജ് ഒരു $8 to $10 മാത്രമാണ് ഇന്ത്യയിലെ കാർബൺ പ്രൈസ് വരുന്നത്. ഓക്കെ, സോ ഇന്ത്യയിലെ കാർബൺ പ്രൈസ് ഒരു $8 to $10 മാത്രമാണ്. പക്ഷേ യു കെയുടെ കാർബൺ പ്രൈസ് അറൌണ്ട് $66 സമാനമാണ്. അറൌണ്ട് 66. ഓക്കെ, അപ്പൊ എന്താ ഇത് കൊണ്ട് ഇംപ്ലൈ ചെയ്യുന്നത്? അതായത് ഇന്ത്യയിൽ ഒരു ആൾ ഉൽപ്പാദിപ്പിക്കുന്നതിന് ഇന്ത്യൻ ട്രേഡ് പ്രകാരം ഒരു $8 to $10 നമ്മൾ എന്ത് കൊടുക്കുന്നുണ്ട്? ആവറേജ് ആണ്. $8 to $10 നമ്മൾ ടാക്സ് ആയിട്ടും അല്ലെങ്കിൽ എൻവിറോൺമെന്റൽ കോസ്റ്റ് ആയിട്ടും നമ്മൾ കൊടുക്കുന്നുണ്ട്. ദെൻ യു കെയിലേക്ക് ചെല്ലുമ്പോൾ വീണ്ടും $66 കൂടി കൊടുക്കണം. സോ അങ്ങനെ ഒരു സിസ്റ്റം വന്നു കഴിഞ്ഞാൽ ഡബിൾ ടാക്സേഷൻ ആയില്ലേ? ഡബിൾ ടാക്സേഷൻ ആയി. സോ ഇന്ത്യ ഈ ഒരു പ്രക്രിയയെ എതിർക്കുന്നുണ്ട്. ദെൻ ഇപ്പൊ കാർബൺ ബോർഡർ അഡ്ജസ്റ്റ്മെന്റ് മെക്കാനിസം എന്താണെന്ന് മനസ്സിലായി, ഇന്ത്യയുടെ പൊസിഷൻ എന്താണെന്ന് മനസ്സിലായി. ദെൻ എങ്ങനെ ഇത് ലഘൂകരിക്കാം? നിങ്ങൾ ആരും കാർബൺ ബോർഡർ അഡ്ജസ്റ്റ്മെന്റ് മെക്കാനിസം ടാക്സ് വാങ്ങരുത് എന്ന് പറയാനായിട്ട് പറ്റുമോ? ഇല്ല. കാരണം എന്താണ്? അത് അവരുടെ എൻവിറോൺമെന്റ് പോളിസിയാണ്, അവരുടെ പ്രൊഡക്ഷനെ സപ്പോർട്ട് ചെയ്യുന്നതിനുള്ളൊരു പോളിസിയാണ്. ഓക്കെ, സോ അത് നമുക്ക് വേണ്ടെന്ന് വെക്കാനായിട്ട് പറ്റില്ല. പക്ഷേ നമ്മളുടെ റെക്കമെൻഡേഷനുകളുണ്ട്. നമ്മളുടെ പെർട്ടിക്കുലർലി നോക്കുകയാണെങ്കിൽ
വേൾഡ് എക്കോണമിക് ഫോറത്തിന്റെ ഒരു സർട്ടിഫിക്കേഷൻ ഉണ്ട്, ഗ്ലോബൽ കാർബൺ ടാക്സ്, അതായത് യൂണിഫൈഡ് കാർബൺ ടാക്സുകൾ. അതെങ്ങനെയാണ് യൂണിഫൈഡ് കാർബൺ ടാക്സുകൾ? ലോകത്തിന് മൊത്തമായിട്ട് ഒരു കാർബൺ ടാക്സ് പ്രൊഡ്യൂസ് ചെയ്യുക. സോ ലോകമേ തറവാട് എന്നുള്ളൊരു പോസിബിലിറ്റി ഉൾക്കൊണ്ടുകൊണ്ട് ഓരോ രാജ്യത്തിനും പെർട്ടിക്കുലർലി അല്ല, ലോകത്തിന് എല്ലാ ആളുകൾക്കും ഈക്വലി പരിഗണന കിട്ടുന്ന എന്ത് കാർബൺ ടാക്സുകൾ ക്രിയേറ്റ് ചെയ്യുക. ദെൻ സെക്ടർ വൈസ് ക്ലാസിഫിക്കേഷൻ ചെയ്യുക. അതായത് ഡെവലപ്പിംഗ് കൺട്രീസിന് കുറഞ്ഞ കാർബൺ ടാക്സ്, ഡെവലപ്ഡ് കൺട്രീസിന് കുറച്ചും കൂടി കൂടുതൽ, മിഡിൽ കൺട്രീസിന് കുറച്ചും കൂടി കൂടുതൽ, ദെൻ ഹൈലി ഡെവലപ്ഡ് കൺട്രീസിന് കൂടുതൽ കാർബൺ ടാക്സുകൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുക. അങ്ങനെ സെക്ടർ വൈസ് ക്ലാസിഫിക്കേഷനുകൾ കൂടിയിട്ട് എന്തിൽ വരണം? നമ്മളുടെ ഈ കാർബൺ ട്രേഡിങ്ങിന് അല്ലെങ്കിൽ കാർബൺ ബോർഡർ അഡ്ജസ്റ്റ്മെന്റ് മെക്കാനിസത്തിന് ഒരൊറ്റ ടാക്സ് മാത്രമല്ല, ഡെവലപ്പിംഗ് കൺട്രീസിൽ നിന്നാണ് അല്ലെങ്കിൽ ലോ ഡെവലപ്പിംഗ് കൺട്രീസിൽ നിന്നാണെങ്കിൽ കുറച്ച് കാർബൺ ടാക്സ് അവോയ്ഡ് ചെയ്യുക. കോമൺ ബട്ട് ഡിഫറൻഷിയേറ്റഡ് റെസ്പോൺസിബിലിറ്റി നമ്മൾ പഠിച്ചില്ലേ, അതേപോലെ ടാക്സുകൾ ഇംപ്ലിമെന്റ് ചെയ്യുമ്പോൾ, കാർബൺ ബോർഡർ അഡ്ജസ്റ്റ്മെന്റ് മെക്കാനിസം ഇംപ്ലിമെന്റ് ചെയ്യുമ്പോൾ ഡിഫറൻറ്റ് സെക്ടറുകളിലുള്ളവർക്ക് അല്ലെങ്കിൽ ഡിഫറൻറ്റ് കൺട്രീസിന് ഡിഫറൻറ്റ് ടാക്സുകൾ കൊടുക്കുക. അത് അവരുടെ പ്രൊഡക്ഷനെ സപ്പോർട്ട് ചെയ്യുന്നതിന് തുല്യമായിരിക്കും. ഒന്നില്ലെങ്കിൽ നിങ്ങൾ ഒരു ഒറ്റ ടാക്സ് കൊണ്ടുവരും, എല്ലാവർക്കും പ്രാവർത്തികമായിട്ടുള്ള ഒരൊറ്റ ടാക്സ് കൊണ്ടുവരും. വേൾഡ് എക്കോണമിക് ഫോറമാണ് അതിനെ സപ്പോർട്ട് ചെയ്തത്. ദെൻ അല്ലെങ്കിൽ സെക്ടർ വൈസ് ആയിട്ടുള്ള ക്ലാസിഫിക്കേഷനുകൾ വേണ്ടി കൊണ്ടുവരും. സോ ഇതെല്ലാമാണ് നമുക്ക് ഈ കാർബൺ ബോർഡർ അഡ്ജസ്റ്റ്മെന്റ് മെക്കാനിസത്തിൽ ചെയ്യാൻ പറ്റുന്ന കാര്യം. സോ ഇന്ത്യയും UK-യുമായിട്ട് നെഗോസിയേഷൻസ് നടക്കണം. ദെൻ ഫുള്ളി നമ്മുടെ കാർബൺ ബോർഡർ മാനേജ്മെന്റ് അഡ്ജസ്റ്റ്മെന്റിൽ നിന്ന് മാറ്റി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഫ്രീ ആയിട്ട് കൊണ്ടുപോകാം. അല്ലെങ്കിൽ അറൌണ്ട് 20-40% ടാക്സുകൾ അല്ലെങ്കിൽ കോസ്റ്റ് നമുക്ക് കൂടാനായിട്ട് സാധ്യതയുണ്ട്. ഓക്കെ, സോ ഇതാണ് നമ്മളുടെ തേർഡ് ഡിസ്കഷൻ. ആർട്ടിക്കിൾ ഈസ് റിലേറ്റഡ് ടു എ ഡിസന്റ് ടു സേഫ് ഗാർഡ് ദ ഫ്യൂച്ചർ. ഇന്ത്യൻ കൊളീജിയം സിസ്റ്റവുമായി ബന്ധപ്പെട്ടിട്ട് ജഡ്ജസിനെ അപ്പോയിന്റ്മെന്റുമായി ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് പല കോൺട്രവേഴ്സീസും നിലവിലുണ്ട്. ഹിസ്റ്റോറിക്കലായിട്ടാണെങ്കിലും കറന്റ്ലിയും പല കോൺട്രവേഴ്സീസും ഉണ്ട്. സോ അതിനെതിരെ ഈ ഒരു ഡിസ്കഷന് ആക്കം കൂട്ടുന്ന രീതിയിൽ മറ്റൊരു ഡിസന്റ് കൂടി സുപ്രീം കോടതി ജഡ്ജിയുടെ ഭാഗത്ത് നിന്ന് വന്നിരിക്കുകയാണ്. സോ ഈ ഒരു പ്രോബ്ലം എന്താണെന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളുടെ ജസ്റ്റിസ് AV നാഗരത്ന എന്ന് പറയുന്ന സുപ്രീം കോടതി ജഡ്ജി കൊളീജിയം സിസ്റ്റത്തിന്റെ ഭാഗമായിട്ട് ഉണ്ട്. കൊളീജിയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജഡ്ജസിനെ അപ്പോയിന്റ്മെന്റ് ചെയ്യുന്നത് കൊളീജിയം ത്രൂ ആണ്. ജഡ്ജസിനെ അപ്പോയിന്റ്മെന്റ് ചെയ്യുന്ന ആരാണ്? അത് ആ ഒരു ഡിസ്കഷൻ പറഞ്ഞിട്ട് വരാം. ജഡ്ജസിനെ അപ്പോയിന്റ്മെന്റ് ചെയ്യുന്നത് ചീഫ് ജസ്റ്റിസിനെയും സുപ്രീം കോടതി ജഡ്ജിമാരെയും ഹൈക്കോടതി ജഡ്ജിമാരെയും അപ്പോയിന്റ്മെന്റ് ചെയ്യുന്നത് ആരാണ്? പ്രസിഡന്റ് ആണ്. ഓഫ് കോഴ്സ് പ്രസിഡന്റ് ആണ്, സംശയമൊന്നും വേണ്ട. പക്ഷേ പ്രസിഡന്റ് ആരുടെ നിർദ്ദേശപ്രകാരമാണ് ഇവരെ അപ്പോയിന്റ്മെന്റ് ചെയ്യുന്നത്? ഓക്കെ, സോ മന്ത്രിമാരെ അപ്പോയിന്റ്മെന്റ് ചെയ്യുന്നത് ചീഫ് മിനിസ്റ്റർ പറഞ്ഞിട്ടാണ് നമുക്കറിയാം. ചീഫ് മിനിസ്റ്റർ റെക്കമെൻഡ് ചെയ്യും. കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സ് ഹെഡഡ് ബൈ ചീഫ് മിനിസ്റ്റേഴ്സ് ടു എയ്ഡ് ആൻഡ് അഡ്വൈസ്. പക്ഷേ ജുഡീഷ്യറി ഒരു സെപ്പറേറ്റ് എൻറ്റിറ്റി അല്ലേ, തേർഡ് പില്ലർ അല്ലേ? സോ ജുഡീഷ്യറിയിലെ ചീഫ് ജസ്റ്റിസുമാരെയും ജസ്റ്റിസുമാരെയും അപ്പോയിന്റ്മെന്റ് ചെയ്യുന്നത് നമ്മളുടെ പാർലമെന്റ് പറഞ്ഞിട്ടാണോ അല്ലെങ്കിൽ പ്രൈം മിനിസ്റ്റർ പറഞ്ഞിട്ടാണോ? അല്ല. അതിന് ഒരു സെപ്പറേറ്റ് ഇൻഡിപെൻഡൻസ് ഓഫ് ജുഡീഷ്യറി ഇന്ത്യയുടെ ബേസിക് സ്ട്രക്ചറിൽ പെടുന്ന ഒരു കാര്യമാണ്. സോ അത് പ്രകാരം എന്തിനെ അപ്പോയിന്റ്മെന്റ് ചെയ്യുന്നത്? നമ്മളുടെ ജഡ്ജിമാരെ അപ്പോയിന്റ്മെന്റ് ചെയ്യുന്നത് സെപ്പറേറ്റ് സിസ്റ്റമാണ്. പ്രസിഡന്റ് ആണ് അപ്പോയിന്റ്മെന്റ് ചെയ്യുന്നത്. പക്ഷേ പ്രസിഡന്റ് ആരുടെ റെക്കമെൻഡേഷൻ ആണ് കേൾക്കുന്നത്? സോ പ്രസിഡന്റ് ജഡ്ജിമാരുടെ തന്നെ റെക്കമെൻഡേഷൻ ചെയ്യണം. അതായത് ജുഡീഷ്യറിയിൽ അപ്പോയിന്റ്മെന്റ് ചെയ്യുന്നത് നമ്മളുടെ എക്സിക്യൂട്ടീവ് അല്ല, പകരം ജുഡീഷ്യറിയിലുള്ളവർ തന്നെ ആയിരിക്കണം എന്നുള്ളതാണ് ആദ്യ നിയമം. ഓക്കെ, സോ അതുമായി ബന്ധപ്പെട്ട് ഒരു സിസ്റ്റം നമ്മൾ ഫോളോ ചെയ്യുന്നുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട് നമ്മളുടെ കൺവെൻഷനലി പ്രാക്ടീസ് ചെയ്യുന്ന ഒരു സിസ്റ്റം നമുക്കുണ്ട്. ആ സിസ്റ്റത്തെയാണ് കൊളീജിയം സിസ്റ്റം എന്ന് പറയുന്നത്. സോ കൊളീജിയം ഇസ് എ 5-member ബോഡി. സുപ്രീം കോടതിയുടെ കാര്യത്തിലാണെങ്കിൽ സുപ്രീം കോടതി ജഡ്ജിമാരെ തീരുമാനിക്കുന്നതുമായി ബന്ധപ്പെട്ട് ഒരു 5-member ബോഡിയാണ് കൊളീജിയം. ഹൈക്കോടതിയിലേക്ക് വരുമ്പോൾ അതൊരു 3-member ബോഡിയാകും. സോ ചീഫ് ജസ്റ്റിസും 4 സീനിയർ മോസ്റ്റ് ജഡ്ജിമാരും അടങ്ങുന്നതാണ് ഈ കൊളീജിയം സിസ്റ്റം. സോ എങ്ങനെയാണ് ഒരു പ്രസിഡന്റിനെ നമ്മുടെ ചീഫ് ജസ്റ്റിസിനെ അപ്പോയിന്റ്മെന്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ ഒരു ജഡ്ജിനെ അപ്പോയിന്റ്മെന്റ് ചെയ്യുന്നത്? പ്രസിഡന്റ് ആണ് അപ്പോയിന്റ്മെന്റ് ചെയ്യുന്നത്. പക്ഷേ ആരുടെ റെക്കമെൻഡേഷൻ കാരണം അല്ലെങ്കിൽ ആരുടെ സജഷൻസ് കൊണ്ടാണ് നമ്മളുടെ പ്രസിഡന്റ് അപ്പോയിന്റ്മെന്റ് ചെയ്യുന്നത്? പാർലമെന്റിന്റെ ആണോ? അല്ല. ഇറ്റ്സ് എ ബോഡി ഓഫ് കൊളീജിയം. അല്ലെങ്കിൽ ഈവൻ ജഡ്ജിമാർ തന്നെ ആയിരിക്കണം അതിലുണ്ടാകുന്നത്. സോ കൊളീജിയം സിസ്റ്റം കൺസിസ്റ്റ് ഓഫ് 5 members headed by the Chief Justice of India and other senior most judges. എങ്ങനെയാണ്?
അത് സീനിയർ മോസ്റ്റ് ജഡ്ജസ് ആയിരിക്കണം. ഓക്കെ. സോ പുതിയ സുപ്രീം കോടതി ജഡ്ജിമാരെ തെരഞ്ഞെടുക്കുന്നതിനുള്ള ഒരു കൊളീജിയം ഈ അടുത്ത് രൂപീകരിക്കുകയുണ്ടായി. അതിലെ ഒരു ജഡ്ജാണ് നമ്മളുടെ ഈ ലേഡി ആയിട്ടുള്ള ദ ഡിസെന്റ് ക്രിയേറ്റ് ചെയ്ത അല്ലെങ്കിൽ എതിർപ്പ് പറഞ്ഞ ആര്, നാഗരത്ന മാം. ഇദ്ദേഹം ഒരു ജഡ്ജിനെ അപ്പോയിന്റ്മെന്റ് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ടിട്ട് ഡിസെന്റ് പറഞ്ഞു. ഓക്കെ. സോ അതാണ് ഈ ഒരു ഡിസ്കഷന്റെ ഇതിവൃത്തം. അതായത് ഈ ജഡ്ജിനെ അപ്പോയിന്റ്മെന്റ് ചെയ്യരുത്. ഇദ്ദേഹം രാജസ്ഥാൻ ഹൈക്കോർട്ടിലുള്ള ഈ ഒരു ജഡ്ജ് എന്താണ് പ്രശ്നം? 57 പേരുടെ സീനിയോറിറ്റി മറികടന്നുകൊണ്ടാണ് ഇദ്ദേഹത്തെ അപ്പോയിന്റ്മെന്റ് ചെയ്യാൻ പോകുന്നത്. സോ ഇദ്ദേഹം 2031 32 ജഡ്ജായിട്ട് വരും. പക്ഷെ ഇത്രയും പേരുടെ സീനിയോറിറ്റി മറികടക്കുമ്പോൾ അത് നമ്മളുടെ കൊളീജിയം സിസ്റ്റം രൂപീകരിച്ചതിന്റെ ഉദ്ദേശത്തെ മാറ്റി മറിക്കുന്നു. ജസ്റ്റിസ് പഞ്ചോലിയുടെ അപ്പോയിന്റ്മെന്റ് കൊളീജിയം സിസ്റ്റം രൂപീകരിച്ചതിന്റെ ഉദ്ദേശത്തെ മാറ്റിമറിക്കുന്നു എന്നുള്ളതുമായി ബന്ധപ്പെട്ടിട്ടാണ് ഈ നാഗരത്ന മാം എന്ത് ചെയ്യുന്നേ, ഈ ഒരു ഡിസെന്റ് ഇവിടെ പ്രഖ്യാപിച്ചത്. ഞാൻ മുന്നേ ഒരു ഡിസ്കഷനിൽ ദ ബിഗസ്റ്റ് ഡിസെന്റ് ഇൻ ദ ഹിസ്റ്ററി ഓഫ് ഇന്ത്യ എന്ന് പറഞ്ഞൊരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നോ? ഓർക്കുന്നുണ്ടോ? ഇന്ത്യ കണ്ടതിലെ ഏറ്റവും ബിഗസ്റ്റ് ഡിസെന്റ് സുപ്രീം കോടതിയുടെ ഭാഗത്ത് നിന്ന് ഒരിക്കൽ വന്നിട്ടുണ്ട്. ഏതാണ് ആ കേസ്? ആരെങ്കിലും ഓർക്കുന്നുണ്ടോ ആ കേസ്? ADM ജബൽപൂർ വെസസ് ശിവകാന്ത് ശുക്ല കേസ് ഓഫ് 1975. ആരാ, എന്താ കേസുമായി ബന്ധപ്പെട്ട്? ADM ജബൽപൂർ വെസസ് ശിവകാന്ത് ശുക്ല കേസ്, ഫേമസ്ലി നോൺ ആസ് ദ നാഷണൽ എമർജൻസി കേസ്. ആ കേസിൽ എന്തായിരുന്നു? ജസ്റ്റിസ് ഗന്നയാണ് അവിടെ ഡിസെന്റ് ചെയ്തത്. എന്താണ്? ആർട്ടിക്കിൾ 21 പ്രകാരം. സോ അവിടെ ഒരു ഡിസെന്റ് കിടക്കുന്നുണ്ട്. അപ്പൊ അന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഈ ജസ്റ്റിസ് ഗന്ന നമ്മളുടെ കഴിഞ്ഞ ചീഫ് ജസ്റ്റിസ് ആയിട്ടുള്ള ഖന്നയുടെ അച്ഛനാണ്, KV ഖന്ന. സോ അദ്ദേഹം സീനിയർ മോസ്റ്റ് ആയിട്ടുള്ള ഉദ്യോഗസ്ഥനായിരുന്നു, അല്ലെങ്കിൽ സീനിയർ മോസ്റ്റ് ആയിട്ടുള്ള ജഡ്ജ് ആയിരുന്നു. പക്ഷേ ഇങ്ങനെ ഒരു ADM ജബൽപൂർ വെസസ് ശിവകാന്ത് ശുക്ല കേസ്, ഫേമസ്ലി നോൺ ആസ് ദ നാഷണൽ എമർജൻസി കേസിൽ ഇദ്ദേഹം ഒരു ഡിസെന്റ് പ്രഖ്യാപിച്ചു. ആർക്കെതിരെ? നമ്മളുടെ ഇന്ദിരാഗാന്ധിക്കെതിരെ. കാരണം ആർട്ടിക്കിൾ 21 പ്രകാരം എല്ലാവരെയും പിടിച്ചകത്തിടാനായിട്ട് പറ്റില്ല, അല്ലെങ്കിൽ ആർട്ടിക്കിൾ 21 എൻഫോഴ്സബിലിറ്റി നാഷണൽ എമർജൻസി പ്രഖ്യാപിച്ചുകൊണ്ടിരിക്കുമ്പോഴും ഉണ്ട് എന്നൊരു ഡിസെന്റ് ഇദ്ദേഹം എഴുതി വെച്ചു. പക്ഷെ ആ നിയമം പാസ്സായില്ല. 4:1. ഇതേപോലെ തന്നെ 4:1 ആ നിയമവും തുടച്ചു മാറ്റപ്പെട്ടു. പക്ഷേ ആ ഒരു ഡിസെന്റ് പ്രകാരം സീനിയർ മോസ്റ്റ് ആയിരുന്നിട്ട് കൂടിയിട്ട് അദ്ദേഹത്തിന് ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യ ആകാനായിട്ട് പറ്റിയില്ല. മനസ്സിലായോ? സോ ഈ സീനിയോറിറ്റിയുടെ ബേസിസിൽ ക്രിയേറ്റ് ചെയ്യുന്നത്, സീനിയോറിറ്റിയുടെ ബേസിസിൽ ജഡ്ജുകളെ അപ്പോയിന്റ്മെന്റ് ചെയ്യുന്നതിന് ഒരു നിയമ സാധുതയൊന്നും മുന്നേ ഉണ്ടായിരുന്നില്ല. നിങ്ങൾ 1950 സുപ്രീം കോടതി ഫോം ചെയ്തു. സുപ്രീം കോടതിയിൽ ആദ്യത്തെ ചീഫ് ജസ്റ്റിസ് വരുന്നു. ആദ്യത്തെ ചീഫ് ജസ്റ്റിസ് പെട്ടെന്ന് മരണപ്പെട്ടു. 1953 54 മരണപ്പെട്ടു അദ്ദേഹം, എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ. ദെൻ നെക്സ്റ്റ് ചീഫ് ജസ്റ്റിസ് വന്നല്ലോ. നെക്സ്റ്റ് ചീഫ് ജസ്റ്റിസിനെ എങ്ങനെയാണ് അപ്പോയിന്റ്മെന്റ് ചെയ്യുന്നത്? അന്ന് നെഹ്റു ആണ് പ്രധാനമന്ത്രി. നെഹ്റു പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ ബോംബെ ഹൈക്കോടതിയുടെ ചീഫ് ജസ്റ്റിസ് ആയിട്ടിരിക്കുന്ന ആള് കറന്റ്ലി ഇതാവട്ടെ, നമ്മളുടെ സുപ്രീം കോടതിയുടെ ചീഫ് ജസ്റ്റിസ് ആവട്ടെ, അദ്ദേഹം കുറച്ച് പ്രായമുള്ള ആളല്ലേ, ദെൻ അദ്ദേഹം കുറച്ച് എക്സ്പീരിയൻസ്ഡ് ഉള്ള ഒരാളല്ലേ. സുപ്രീം കോടതിയിലെ ജഡ്ജിമാർ പറഞ്ഞു, നെഹ്റുജി, നിങ്ങൾ ഈ എക്സിക്യൂട്ടീവ് നമ്മളുടെ ജഡ്ജിമാരെ തീരുമാനിക്കാൻ നിൽക്കണ്ട. നിങ്ങൾ സുപ്രീം കോടതി അല്ലെങ്കിൽ നമ്മുടെ ബോംബെ ഹൈക്കോടതിയിലെ ചീഫ് ജസ്റ്റിസിനെ സുപ്രീം കോടതിയുടെ ചീഫ് ജസ്റ്റിസ് ആയിട്ട് അപ്പോയിന്റ്മെന്റ് ചെയ്ത് കഴിഞ്ഞാൽ ഞങ്ങൾ ഈ 13 പേരും ഇപ്പൊ രാജിവെച്ചങ്ങോട്ട് പോകും. അപ്പോൾ നമ്മളുടെ ആരായിരുന്നു? നെഹ്റു ആയിരുന്നു. നെഹ്റു ചിലപ്പോൾ ഒരു പോസിറ്റീവ് ഇമ്പാക്ട് ക്രിയേറ്റ് ചെയ്യാനായിട്ട് പറഞ്ഞായിരിക്കാം. പക്ഷേ എക്സിക്യൂട്ടീവ് അവിടെ കടന്നാക്രമിക്കുകയാണ്, അല്ലെങ്കിൽ എക്സിക്യൂട്ടീവ് ജുഡീഷ്യറിയുടെ കാര്യങ്ങളിൽ തീരുമാനം എടുക്കുകയാണ്. അത് വേണ്ട എന്ന് ജഡ്ജിമാർ പറഞ്ഞു. ദെൻ അതിനുശേഷം ജഡ്ജിമാർ തീരുമാനിച്ചു, സീനിയർ മോസ്റ്റ് ആയിട്ടുള്ള ആള്, സുപ്രീം കോടതിയിൽ സീനിയർ മോസ്റ്റ് ആയിട്ടുള്ള ആള് ഇനി മുതൽ ചീഫ് ജസ്റ്റിസ് ആയിട്ട് വരട്ടെ. ഓക്കെ. സോ അതിന് ഒരു ലീഗൽ ബാക്കിംഗ് ഒന്നുമില്ല. മനസ്സിലായോ? ഈ സീനിയർ മോസ്റ്റ് ആയിട്ടുള്ള ആള് ചീഫ് ജസ്റ്റിസ് ആയിട്ട് വരട്ടെ എന്ന് പറയുന്നതിന് ഒരു ലീഗൽ ബാക്കിംഗ് ഒന്നുമില്ല. ഇതിങ്ങനെ തുടർന്നു പോകുന്നു. പക്ഷേ 2 സന്ദർഭങ്ങളിൽ, ഒരു ഹെൽത്ത് എമർജൻസി കേസിലും രണ്ടാമത് ജസ്റ്റിസ് ഖന്നയുടെ കേസിലും, ഈ സീനിയോറിറ്റി എന്ന് പറയുന്ന കാര്യം എക്സിക്യൂട്ടീവ് മറികടന്നു. മനസ്സിലായോ? എന്താണ് നിയമ ബാക്കിംഗ് ഇല്ലാത്തത്? സീനിയോറിറ്റിയുടെ കാര്യമാണ് നിയമ ബാക്കിംഗ് ഇല്ലാത്തത്. പക്ഷേ
ശിവകാന്ത് ശുക്ല കേസിൽ അല്ലെങ്കിൽ നാഷണൽ എമർജൻസി കേസിലെ ഒരു ഡിസന്റ് പ്രകാരം എന്താണ് നമ്മളുടെ ഖന്നയുടെ അപ്പോയിന്റ്മെന്റ് ഇന്ദിരാഗാന്ധി തടഞ്ഞു വെച്ചു. സോ അതിനുശേഷമാണ് ഈ ജഡ്ജുകളെ അപ്പോയിന്റ്മെന്റ് ചെയ്യുന്നത് എങ്ങനെയായിരിക്കണം എന്ന് തീരുമാനിക്കുന്ന പല സംസാരങ്ങളും എയറിലേക്ക് വന്നത്. ജഡ്ജിനെ ആരായിരിക്കണം തീരുമാനിക്കേണ്ടത്, ജഡ്ജിനെ എങ്ങനെയായിരിക്കണം തീരുമാനിക്കേണ്ടത് എന്നുമായി ബന്ധപ്പെട്ട് പല കാര്യങ്ങളും എയറിലേക്ക് വരുന്നത്. അതുമായി ബന്ധപ്പെട്ട് സുപ്രീം കോടതിയിൽ 4 ജഡ്ജ് കേസുകൾ നടന്നു. 4 കേസുകൾ നടന്നു. ഫേമസ്ലി നോൺ ആസ് ഫസ്റ്റ് ജഡ്ജ് കേസ്, സെക്കൻഡ് ജഡ്ജ് കേസ്, തേർഡ് ജഡ്ജ് കേസ് ആൻഡ് 2015 ഫോർത്ത് ജഡ്ജ് കേസ്. അങ്ങനെ 4 ജഡ്ജുകൾ, 4 ജഡ്ജ്മെന്റ് കേസുകൾ നടന്നു. ഓക്കെ, സോ 1981 അതായത് 77 നമ്മളുടെ എന്തവസാനിച്ചു, നമ്മളുടെ അടിയന്തരാവസ്ഥ അവസാനിച്ചു. ദെൻ അതിനുശേഷം 1981 ആയപ്പോഴേക്കും ഫസ്റ്റ് ജഡ്ജ്മെന്റ് കേസ് വന്നു. ഫസ്റ്റ് ജഡ്ജ്മെന്റ് കേസ് പറഞ്ഞിരിക്കുന്നത് സുപ്രീം കോടതി ഹെൽഡ് ദാറ്റ് കൺസൾട്ടേഷൻ ഡസ് മീൻ കൺകറൻസ്. അതായത് കോൺസ്റ്റിറ്റ്യൂഷനിൽ എന്ത് പറയുന്നുണ്ട്, നമ്മളുടെ ചീഫ് ജസ്റ്റിസിനെ അപ്പോയിന്റ്മെന്റ് ചെയ്യുന്നത് കൺസൾട്ടേഷൻ, ജഡ്ജിമാരുടെ കൺസൾട്ടേഷൻ കൊണ്ടായിരിക്കണം എന്ന് പറയുന്നുണ്ട്. പക്ഷേ ഈ കൺസൾട്ടേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൺകറൻസ് ആണോ എന്നുള്ളതാണ് ഒന്നാമത്തെ സംശയം. അതായത് പ്രസിഡന്റ് ഒരു ജഡ്ജിനെ അപ്പോയിന്റ്മെന്റ് ചെയ്യുമ്പോൾ ജഡ്ജിമാരുമായിട്ട് കൺസൾട്ട് ചെയ്തിരിക്കണം എന്നുള്ളതാണ് നമ്മളുടെ എന്ത് പറയുന്നത്, നമ്മളുടെ കോൺസ്റ്റിറ്റ്യൂഷൻ പറയുന്നത്. പക്ഷേ ഈ കൺസൾട്ടേഷൻ എന്നുള്ളത് അഡ്വൈസറി നേച്ചർ ആണോ, അല്ലെങ്കിൽ ജസ്റ്റ് ഒരു സജഷൻ മാത്രമാണോ, അല്ലെങ്കിൽ നിർദ്ദേശമാണോ, നമ്മളുടെ പ്രസിഡന്റ് പാലിക്കേണ്ട നിർദ്ദേശമാണോ എന്നുള്ളതായിരുന്നു ഒന്നാമത്തെ ജഡ്ജ്മെന്റ് കേസ് ചോദിച്ചത്. ഒന്നാമത്തെ ജഡ്ജ്മെന്റ് കേസ് പറഞ്ഞു കൺസൾട്ടേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൺകറൻസ് അല്ല, അതൊരു ജസ്റ്റ് എക്സ്ചേഞ്ച് ഓഫ് വ്യൂസ് മാത്രമാണ്. പ്രസിഡന്റിന് വേണമെങ്കിൽ പരിഗണിക്കാം, ഇല്ലെങ്കിൽ പരിഗണിക്കേണ്ട. പക്ഷേ വീണ്ടും എക്സിക്യൂട്ടീവ് പൊളിറ്റിക്കൽ അപ്പോയിന്റ്മെന്റുകളുടെ നടത്തി, അല്ലെങ്കിൽ പൊളിറ്റിക്കൽ അപ്പോയിന്റ്മെന്റുകളുടെ ഭാഗമായിട്ട് ജഡ്ജസ് വരാനായിട്ട് തുടങ്ങി. അപ്പോൾ 1993 സെക്കൻഡ് ജഡ്ജ്മെന്റ് കേസ് വന്നു. സെക്കൻഡ് ജഡ്ജ്മെന്റ് കേസിൽ പറഞ്ഞിരിക്കുന്നത് കൺസൾട്ടേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അഡ്വൈസ് അല്ല, പകരം കൺകറൻസ് തന്നെയാണ്. അതായത് ജഡ്ജിമാര് തീരുമാനിക്കും, അല്ലെങ്കിൽ ജഡ്ജ് തീരുമാനിക്കുന്ന കൺസൾട്ടേഷൻ ചോദിച്ചു കഴിഞ്ഞാൽ ഒരു കൺസൾട്ടേഷൻ പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ അയാളെ മാത്രമേ അപ്പോയിന്റ്മെന്റ് ചെയ്യാനായിട്ട് പാടുള്ളൂ. ഇറ്റ്സ് എ നിർദ്ദേശം, അഡ്വൈസ് ഒന്നുമല്ല ജഡ്ജിമാർ പറയുന്നത്. ദെൻ തേർഡ് ജഡ്ജ്മെന്റ് കേസിൽ 1998 അപ്പോൾ ചീഫ് ജസ്റ്റിസ് ആണ് ഈ കൺസൾട്ടേഷൻ കൊടുക്കുന്നത്, അല്ലെങ്കിൽ കൺകറൻസ് ആർക്ക് കൊടുക്കുന്നത്, നമ്മളുടെ പ്രസിഡന്റിന് കൊടുക്കുന്നത്. പക്ഷേ തേർഡ് ജഡ്ജ്മെന്റ് കേസ് പറഞ്ഞു ഈ കൺകറൻസ് അല്ലെങ്കിൽ ഈ നിർദ്ദേശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്ലൂറാലിറ്റി ഓഫ് ജഡ്ജസ് ആയിരിക്കണം. അതായത് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ഒറ്റയാളല്ല ഇതിന് നിർദ്ദേശം പറയേണ്ടത്, പകരം പ്ലൂറാലിറ്റി ഓഫ് ജഡ്ജസ്, ഒരു കൂട്ടം ജഡ്ജസുകളായിരിക്കണം, അല്ലെങ്കിൽ പ്ലൂറാലിറ്റി ഉണ്ടായിരിക്കണം. അങ്ങനെയാണ് ഇന്ന് കാണുന്ന 5 മെമ്പർ കൊളീജിയം സിസ്റ്റം വന്നത്. ഓക്കെ, ആദ്യം എങ്ങനെയായിരുന്നു, സീനിയോറിറ്റിയുടെ ബേസിസിലായിരുന്നു. ഏറ്റവും കൂടുതൽ സീനിയർ ആയിട്ടുള്ള ഒരാൾ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആകും. ആ സീനിയോറിറ്റിയെ ചില എക്സിക്യൂട്ടീവുകൾ അല്ലെങ്കിൽ ഇന്ദിരാഗാന്ധിയെ പോലെയുള്ളവർ മറികടന്നു. അപ്പോൾ നമ്മൾ എന്ത് തീരുമാനിച്ചു, കൺകറൻസ് വേണം. കൺകറൻസ് വേണം എന്ന് പറഞ്ഞതാണ് സെക്കൻഡ് ജഡ്ജ്മെന്റ് കേസിലാണ്. ഒന്നാമത്തെ ജഡ്ജ്മെന്റ് കേസിൽ പറഞ്ഞു കൺകറൻസ് വേണ്ട. പക്ഷേ സെക്കൻഡ് ജഡ്ജ്മെന്റ് കേസിൽ എന്ത് പറഞ്ഞു, കൺകറൻസ് വേണം. നമ്മളൊരു കാര്യം പറയുന്നുണ്ടെങ്കിൽ അത് ജുഡീഷ്യറിയുടെ ഇൻഡിപെൻഡൻസിന് വേണ്ടിയാണ്, അപ്പോൾ അയാളെ മാത്രമേ അപ്പോയിന്റ്മെന്റ് ചെയ്യാൻ പാടുള്ളൂ. സോ തേർഡ് കേസിൽ വന്നു ഈ കൺകറൻസ് കൊടുക്കേണ്ടത് ചീഫ് ജസ്റ്റിസ് മാത്രമാണോ എന്നൊരു ക്വസ്റ്റ്യൻ വന്നു. അവിടെ കോടതി പറഞ്ഞു ചീഫ് ജസ്റ്റിസ് മാത്രമല്ല, ഒരു ഗ്രൂപ്പ് ഓഫ് ജഡ്ജ്മെന്റ് ഉണ്ടാക്കണം, അല്ലെങ്കിൽ ഗ്രൂപ്പ് ഓഫ് ജഡ്ജസ് ഉണ്ടാക്കണം. അവരായിരിക്കണം ചീഫ് ജസ്റ്റിസിനെയും സുപ്രീം കോടതി ജഡ്ജിമാരെയും ഹൈക്കോടതി ജഡ്ജിമാരെയും അപ്പോയിന്റ്മെന്റ് ചെയ്യുന്നത്. അങ്ങനെയാണ് നമ്മളുടെ കൊളീജിയം സിസ്റ്റം വന്നത്. സോ ഇറ്റ്സ് എ 5 മെമ്പർ ബോഡി ടു അപ്പോയിന്റ് സുപ്രീം കോടതി ജസ്റ്റിസ് ആൻഡ് ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യ. ദെൻ ഹൈക്കോടതിയിലേക്ക് വരുമ്പോൾ അതൊരു 3 മെമ്പർ ബോഡിയാണ്. ഇതിന് രണ്ടിനും സെപ്പറേറ്റ് ആയിട്ട് കൊളീജിയം ഒന്നുമില്ല കേട്ടോ, ഒരു കൊളീജിയം തന്നെയാണ്. ഹൈക്കോടതിയിലെ ആളുകളെ സെലക്ട് ചെയ്യേണ്ടി വരുന്ന സമയത്ത് 3 മെമ്പേഴ്സ് കൂടും, സുപ്രീം കോടതിയുടെ ആളുകളെ സെലക്ട് ചെയ്യേണ്ട സമയത്ത് 5 മെമ്പേഴ്സ് കൂട്ടും. ഓക്കെ, സോ അങ്ങനെയാണ് കറന്റ് കൊളീജിയം വർക്ക് ചെയ്യുന്നത്. ദെൻ 2015 ആയപ്പോഴേക്കും മോദി ഗവൺമെന്റ് അധികാരത്തിൽ വന്നു. മോദി ഗവൺമെന്റ് നമ്മളുടെ ജഡ്ജിമാരെ അപ്പോയിന്റ്മെന്റ് ചെയ്യുന്നത് ഒന്ന് ഫോർമലൈസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നാഷണൽ ജുഡീഷ്യൽ അപ്പോയിന്റ്മെന്റ് കമ്മീഷൻ, UPSC പോലെ യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷൻ IAS ഉദ്യോഗസ്ഥരെ സെലക്ട് ചെയ്യുന്നത് പോലെ നാഷണൽ ജുഡീഷ്യൽ അപ്പോയിന്റ്മെന്റ് കമ്മീഷൻ എന്ന് പറയുന്ന ഒരു കമ്മീഷൻ ക്രിയേറ്റ് ചെയ്തു.
ദെൻ 99th കോൺസ്റ്റിറ്റ്യൂഷണൽ അമെന്റ്മെന്റ് ആക്ട് പ്രകാരമാണ് 99th കോൺസ്റ്റിറ്റ്യൂഷണൽ അമെന്റ്മെന്റ് ആക്ട് പ്രകാരമാണ് ഈ ഒരു നാഷണൽ ജുഡീഷ്യൽ അപ്പോയിന്റ്മെന്റ് കമ്മീഷൻ രൂപീകരിച്ചത്. പക്ഷേ 2015 തന്നെ സുപ്രീം കോടതി പറഞ്ഞു, മക്കളെ, എക്സിക്യൂട്ടീവിന് ജുഡീഷ്യറിയുടെ അപ്പോയിന്റ്മെന്റുകൾ നടത്താനായിട്ട് അധികാരമില്ല, അത് അൺകോൺസ്റ്റിറ്റ്യൂഷണൽ ആണ്. ബേസിക് സ്ട്രക്ചർ ആയിട്ടുള്ള ജുഡീഷ്യറിയുടെ ഇൻഡിപെൻഡൻസിയെ ഇത് തകർത്ത് കളയും. അതുകൊണ്ട് ഈ കേസ് അല്ലെങ്കിൽ ഈ നിയമം അൺകോൺസ്റ്റിറ്റ്യൂഷണൽ ആണ് എന്ന് പറഞ്ഞിട്ട് അവരെടുത്ത് കളഞ്ഞു. ഇതിനെയാണ് ഫോർത്ത് ജഡ്ജ്മെന്റ് കേസ് എന്ന് ലിറ്ററലി വിളിക്കുന്നത്. ഓക്കെ, സോ ദ ഫോർത്ത് ജഡ്ജ്മെന്റ് കേസ് എന്താണെന്ന് മനസ്സിലായല്ലോ. സോ നോക്കുകയാണെങ്കിൽ ജുഡീഷ്യറിയുടെ ഇൻഡിപെൻഡൻസ് കാക്കുന്ന ഒരു സിസ്റ്റമാണ് ഈ കൊളീജിയം സിസ്റ്റം. സോ കൊളീജിയം സിസ്റ്റം എന്താണ്? കൊളീജിയം സിസ്റ്റം ഏറ്റവും പ്യുവറസ്റ്റ് ആയിട്ടുള്ള സിസ്റ്റം ആണ് എന്നൊന്നുമില്ല. സോ എന്താണ്, ബാക്കിയുള്ള ജഡ്ജുകൾക്ക് അവസരം കൊടുക്കാണ്ട് പല പ്രശ്നങ്ങളും അവരുടെ അടുത്ത ആളുകൾക്ക് മാത്രം അവസരം കൊടുക്കുന്ന ഒരു സിസ്റ്റം ഒക്കെ കൊളീജിയം സിസ്റ്റത്തിന്റെ ക്രിറ്റിസിസം ആയിട്ട് പറയുന്നുണ്ട്. പക്ഷേ എക്സിക്യൂട്ടീവിന്റെ ഡിപ്പെൻഡൻസ് അല്ലെങ്കിൽ എക്സിക്യൂട്ടീവിന്റെ ഒരു ടൂളായിട്ട് ജുഡീഷ്യറി ഇതുവരെ മാറിയിട്ടില്ല. അതിന് കൊളീജിയം സിസ്റ്റം വളരെയേറെ സംഭാവന ചെയ്യുന്നുണ്ട്. കൊളീജിയം സിസ്റ്റത്തിൽ ഇനി എന്ത് വേണം? ഇനി ചേഞ്ചസുകളും റിഫോർമേഷനുകളും വേണം. അതിനുള്ളൊരു തുടക്കമാണ് നാഗരത്ന മാമിന്റെ കയ്യിൽ നിന്നും ഇന്ന് വന്നിരിക്കുന്നത്. കാരണം സീനിയർ മോസ്റ്റ് എന്ന് നിങ്ങൾ പറയുന്നുണ്ട്. സീനിയർ മോസ്റ്റ് മാത്രമല്ല നോക്കുക, അതായത് ടെറിറ്റോറിയൽ റെപ്രസെന്റേഷൻ. അതായത് ചില ഭാഗങ്ങളിൽ നിന്ന്, ഇപ്പോൾ രാജസ്ഥാൻ ഹൈക്കോടതിയിൽ നിന്ന് കുറെ നാളുകളായിട്ട് എന്തില്ല, സുപ്രീം കോടതിയിലേക്ക് ഒരു ജഡ്ജ് വന്നിട്ടില്ല എങ്കിൽ അവർക്കുള്ള റീജിയണൽ റെപ്രസെന്റേഷൻസ് കൊളീജിയം സിസ്റ്റം കൊടുക്കും. അങ്ങനെയൊക്കെ കൊടുക്കുമ്പോൾ അങ്ങനെ കൊടുക്കുന്നത് നല്ലതാണ്. പക്ഷേ എന്താണ്, ഈ ജസ്റ്റിസ് പഞ്ചോലി എന്ന് പറയുന്ന ആള് 56 പേരെക്കാളും ജൂനിയർ ആണ്. കറന്റ്ലി ഉള്ള ഹൈക്കോടതി ജസ്റ്റിസുമാരെയും അതുമായി ബന്ധപ്പെട്ട ആളുകളെക്കാളും 56 പേരെക്കാളും ജൂനിയർ ആണ് ഇദ്ദേഹം. സോ ഇദ്ദേഹത്തെ, ഈ 56 പേരെ മാറ്റി നിർത്തിയിട്ട് ജസ്റ്റിസ് പഞ്ചോലിയെ നമ്മളുടെ സുപ്രീം കോടതിയിലേക്ക് കൊണ്ടുവരുന്നത്, അത് നമ്മളുടെ എന്തിനെ, കൊളീജിയം സിസ്റ്റത്തെ തകർത്ത് കളയും എന്നാണ്, അല്ലെങ്കിൽ കൊളീജിയം സിസ്റ്റത്തിന്റെ വാല്യൂസിനെ തകർത്ത് കളയും എന്നുള്ളതാണ് ആര് പറഞ്ഞിരിക്കുന്നത്? നാഗരത്ന മാം പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, മനസ്സിലായോ? സോ ആ ഒരു ഡിസ്കഷൻ ആണ് ഇവിടെ വന്നിരിക്കുന്നത്. സോ ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലായല്ലോ എന്താണ്, എങ്ങനെയാണ് കൊളീജിയം വർക്ക് ചെയ്യുന്നത്. കൊളീജിയം 5 മെമ്പർ ബോഡിയാണ്. ദെൻ ഫസ്റ്റ് ജഡ്ജ്മെന്റ് കേസ്, സെക്കൻഡ് ജഡ്ജ്മെന്റ് കേസ്, തേർഡ് ജഡ്ജ്മെന്റ് കേസ്, ഫോർത്ത് ജഡ്ജ്മെന്റ് കേസ്. സോ എങ്ങനെയാണ് അപ്പോയിന്റ്മെന്റ് ചെയ്തത് എന്ന് നിങ്ങളൊന്ന് ഹിസ്റ്ററി ഒന്ന് മനസ്സിലേക്ക് ആലോചിക്കുക. തുടക്കത്തിൽ ഒരാൾ പറയും 1950 ജനുവരി 24 സുപ്രീം കോടതി രൂപീകരിച്ചത്. സോ അന്ന് ഒരു ജഡ്ജിനെ നമ്മൾ അപ്പോയിന്റ്മെന്റ് ചെയ്തു. ദെൻ അതിനുശേഷം അദ്ദേഹം മരിച്ചു കഴിഞ്ഞപ്പോഴാണ് പ്രശ്നങ്ങൾ ഉത്ഭവിക്കുന്നത്. സോ അവിടെ തുടങ്ങി നമ്മൾ ഒരു സീനിയർ മോസ്റ്റ് ജഡ്ജ് ആവണം എന്നുള്ളത് മാത്രമായിരുന്നു തീരുമാനം. പക്ഷേ അതിനൊരു ലീഗൽ ബാക്കിംഗ് ഒന്നും ഉണ്ടായിരുന്നില്ല. ദെൻ പ്രശ്നങ്ങൾ 1977, 76 കാലഘട്ടങ്ങളിൽ വന്നു. അതിനു മുന്നേയും ചില പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. അപ്പോൾ എന്ത് തീരുമാനിച്ചു? നമുക്ക് ഇതിനൊരു സിസ്റ്റം വേണം എന്ന് തീരുമാനിച്ചു. സിസ്റ്റം വേണം എന്ന് പറയുമ്പോൾ ആര് അപ്പോയിന്റ്മെന്റ് ചെയ്യും? അപ്പോൾ ജുഡീഷ്യറിയുടെ ഇൻഡിപെൻഡൻസ് പാലിക്കുന്നതിന് വേണ്ടിയിട്ട് ആര് അപ്പോയിന്റ്മെന്റ് ചെയ്യും? നമ്മളുടെ ജുഡീഷ്യറി തന്നെ അപ്പോയിന്റ്മെന്റ് ചെയ്യും. സോ ചീഫ് ജസ്റ്റിസിന്റെ കൺസൾട്ടേഷൻ വേണം. സോ ഈ കൺസൾട്ടേഷൻ അഡ്വൈസറി മാത്രമാണോ അല്ലെങ്കിൽ കൺകറൻസ് ആണോ, നിർദ്ദേശമാണോ എന്നുള്ളതാണ് ആദ്യത്തെ ചോദ്യം. 82 ഫസ്റ്റ് ജഡ്ജ്മെന്റ് കേസ് പറഞ്ഞു കൺകറൻസ് അല്ല, മിയർ അഡ്വൈസറി മാത്രമാണ്, അല്ലെങ്കിൽ എക്സ്ചേഞ്ച് ഓഫ് എന്താണ് വാല്യൂസ് ആണ്, അല്ലെങ്കിൽ എക്സ്ചേഞ്ച് ഓഫ് ഇൻഫോർമേഷൻസ് ആണ്. ഓക്കെ, ദെൻ സെക്കൻഡ് ജഡ്ജ്മെന്റ് കേസ് പറഞ്ഞു അങ്ങനെയല്ല, സുപ്രീം കോടതിയിലെ ചീഫ് ജസ്റ്റിസ് കൺസൾട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ അത് കൺകറൻസ് തന്നെയാണ്, ഉറപ്പിച്ചോളൂ, കൺകറൻസ് തന്നെയാണ്. തേർഡ് ജഡ്ജ്മെന്റ് കേസ് പറഞ്ഞു സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസിന്റെ ഒരാളുടെ നിർദ്ദേശം കൊണ്ട് മാത്രം അപ്പോയിന്റ്മെന്റ് ചെയ്യാൻ പറ്റില്ല. കൺകറൻസ് ഒക്കെ തന്നെയാണ്, പക്ഷേ ആ കൺകറൻസിന് ഒരു പ്ലൂരാലിറ്റി വേണം, ഒരുപാട് ആളുകൾ വേണം. പ്ലൂരാലിറ്റി, സിംഗുലർ ആയിരിക്കരുത്, പ്ലൂരൽ ആയിരിക്കണം. ഓക്കെ, സോ അത് പ്രകാരമാണ് കറന്റ്ലി ഉള്ള കൊളീജിയം സിസ്റ്റം വന്നത്. ദെൻ നാഷണൽ ജുഡീഷ്യൽ അപ്പോയിന്റ്മെന്റ് കമ്മീഷൻ വന്നു. അവരെന്ത് ചെയ്തു? അവര് 99th കോൺസ്റ്റിറ്റ്യൂഷനിൽ എന്താണ്, അൺകോൺസ്റ്റിറ്റ്യൂഷണൽ ആണ്, അല്ലെങ്കിൽ അമെന്റ്മെന്റ് അൺകോൺസ്റ്റിറ്റ്യൂഷണൽ ആണ്, ജുഡീഷ്യറിയുടെ ഇൻഡിപെൻഡൻസ് അല്ലെങ്കിൽ ബേസിക് സ്ട്രക്ചർ ഡോക്ട്രിനെ തകർക്കുന്നതാണ് എന്ന് പറഞ്ഞിട്ട് ആ നിയമത്തെ അൺകോൺസ്റ്റിറ്റ്യൂഷണൽ ആയി പ്രഖ്യാപിക്കുകയും എടുത്തു കളയുകയും ചെയ്തു. സോ ഇതാണ് ഇതിന്റെ ഒരു നാൾ വഴി വരുന്നത്. ഓക്കെ ആണോ?